ഒരു ദൈവഭൃത്യൻ പറഞ്ഞിരിക്കുന്നത് ഈ ലേഖനത്തെ പറ്റി, ഇത് പോസ്റ്റ് കാർഡാണ്. യൂദയുടെ ലേഖനം പോസ്റ്റ് കാർഡ്. നമുക്കറിയാം ഇല്ലന്റും പോസ്റ്റ് കാർഡും രണ്ടും രണ്ടാ. പോസ്റ്റ് കാർഡിൽ ഒത്തിരി കാര്യം എഴുതാനൊക്കത്തില്ല. പക്ഷെ ഇല്ലന്റിനകത്ത് ഇപ്പൊ ഇല്ലന്റിലല്ല, ഫേസ്ബുക്കിലാണ് എല്ലാവരും എഴുതുന്നത്. ഉള്ള ആശമെല്ലാം എഴുതി വെച്ചായി വന്നിരിക്കുന്നത്. വിശേഷിച്ച് PIP അംഗങ്ങൾ ശ്രദ്ധിച്ചോണം. ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ. പണ്ട് ഇല്ലന്റിലാണ് എഴുതുന്നത്. ഏറെ കാര്യം എഴുതാം. അമേരിക്കയിലും പാർഷ്യയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഭർത്താവോ ഭാര്യയോ മക്കളോ വേണ്ടപ്പെട്ടവരോ ഒക്കെ ആണെങ്കിൽ ഇല്ലൻ്റെലാണ് എഴുതുന്നത്. എഴുതി ഊപ്പാട് വന്ന ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എഴുതിയെല്ലാം ഒട്ടിച്ച്, ചിലർ തുപ്പല് കൊണ്ട് ഒട്ടിക്കും, ചിലർ ചോറ് എടുത്ത് ഒന്നും അറിയാൻ മേല ഒട്ടിച്ച് ഊപ്പാട് വന്നേച്ചാ മുഴുവൻ കുരുങ്ങി കിടക്കുക. മോനെ ഈ മറ്റേ കോഡ്ലെസ് ഫോണുണ്ടോ? അല്ല മൈക്കുണ്ടോ? അത് നിങ്ങളെവിടെ വെച്ചുകൊണ്ടിരുന്ന ഇനി കൊണ്ടുപോവാ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ പരുവത്തിന് തരണേ. അപ്പോൾ യൂദയുടെ ലേഖനം ഒരു ദൈവഭൃത്യൻ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് കാർഡാണ്, ഇല്ലന്റ് അല്ല. ഇല്ലന്റില് ധാരാളം കാര്യം എഴുതാം. എല്ലാം എഴുതി അവസാനം തീർന്ന് മറന്ന് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആർക്കും അയ്യോ ഒരു കാര്യവും കൂടെ എഴുതാൻ, അത് നമ്മൾ ആ സൈഡിൽ എഴുതി. ചിലര് ആ വിടവൊന്ന് പൊക്കിയച്ച് എഴുതി. ഇപ്പൊ ആർക്കും ഒന്നും അറിയാൻ മേല. അമ്മാമ്മ സമ്മതിച്ച് എഴുതിയതാന്ന്. കുറ്റമല്ല, അങ്ങനെ. എന്നാൽ പോസ്റ്റ് കാർഡില് അധികം എഴുതാനൊക്കത്തില്ല, കുറച്ചേ എഴുതാൻ സാധിക്കൂ. ദൈവത്തിന് മഹത്വം. അപ്പോൾ പോസ്റ്റ് കാർഡില് എല്ലാം എഴുതാനൊക്കത്തില്ല. പക്ഷേ ഈ യൂദയുടെ ലേഖനം ഒരു പോസ്റ്റ് കാർഡാന്നാ പറയുന്നത്. കാരണം ഒത്തിരി ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ എഴുതിയത് മുഴുവൻ ഈടുറ്റ കാര്യമാണ്. യൂദയുടെ ലേഖനം നമുക്കറിയാം. യൂദയുടെ ലേഖനത്തിൽ വാക്യം എത്ര വാക്യമുണ്ട്? 25 വാക്യം. അപ്പൊ 25 വാക്യമേ ഈ ലേഖനത്തിലുള്ളൂ എങ്കിലും വളരെ ആഴമേറിയ ഈടുറ്റ, വളരെ കരുത്തുറ്റ ലേഖനമാണ് യൂദയുടെ ലേഖനം. നമുക്കറിയാം പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങൾ, യൂദയുടെ ലേഖനം മുതൽ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണ്. ഇതിലെ സിംഹഭാഗ ലേഖനങ്ങൾ ദൈവത്തിൻ്റെ ദാസനായ പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. നിങ്ങൾക്കറിയാം ഏതാണ്ട് 14 ലേഖനം പൗലൂസ് എഴുതി. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിൻ്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിൻ്റെ 2 ലേഖനം, യോഹന്നാൻ്റെ 3 ലേഖനം, ഇങ്ങനെ 21 ലേഖനങ്ങൾ. അതിലെ പൗലൂസിൻ്റെ ലേഖനങ്ങൾ 14 ഈ പുതിയ നിയമത്തിലെ, ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിലെ ഈ 27 പുസ്തകത്തിൽ ഈ 27 പുസ്തകം എത്ര പേര് ചേർന്ന് എഴുതിയതാ? നിങ്ങൾക്കറിയാം എത്ര പേരാ അമ്മേ? അവിടെ പുറകെ ഒരു സഹോദരി വായിച്ചു സഹായിച്ചു, അഭിനന്ദിക്കുന്നു. ആരാന്ന് കണ്ടില്ല. എത്ര പേര് കൂടിയാ പുതിയ നിയമം എഴുതിയത്? ആ പാവം വായിച്ചു സഹായിച്ചല്ലോ. അല്ല, PIP അംഗങ്ങൾ പറ, PIPയുടെയും കൂടെ അല്ലയോ? പുതിയ നിയമത്തിൽ 27 പുസ്തകം എത്ര പേര് എഴുതിയാന്ന് അവൻ പുറകോട്ട് നോക്കുന്നു. എത്ര പേര്? PIP ദൈവം അനുഗ്രഹിക്കട്ടെ. PIPയുടെ സെക്രട്ടറിമാരാരിലും പ്രസിഡന്റുമാരാരിലും എഴുന്നേറ്റ് പറ. ഇപ്പം പ്രസിഡന്റും ഇല്ലാതായി. 14 പേര് കൂടി എഴുതിയോ? ഉള്ളതാട്ടെ, ഇച്ചിരി നന്നായിട്ടിരിക്കട്ടെ. ആട്ടെ, ഇങ്ങനെ പറഞ്ഞാൽ സമയം പോകുന്നു. പുതിയ നിയമത്തിലെ 27 പുസ്തകം 8 പേര് ചേർന്നാണ് എഴുതിയത്. 8 പേര്. ആട്ടെ, യോഗത്തിന് വന്നുകൊണ്ട് അതെങ്കിലും അറിഞ്ഞുകൊണ്ട് പോകാം. 8 പേര്. അതില് 4 പേര് അപ്പോസ്തലന്മാർ, 4 പേര് അപ്പോസ്തലന്മാരല്ല. ആ 4 പേര്, 2 പേര് 2 അപ്പോസ്തലന്മാരുടെ സന്തത സഹചാരികൾ, 2 പേര് യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാർ. അപ്പോൾ 4 അപ്പോസ്തലന്മാർ: മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ്. 4 അപ്പോസ്തലന്മാർ. 2 പേര് അപ്പോസ്തലന്മാരല്ല, അത് മർക്കോസും ലൂക്കോസും. അത് പത്രോസിന്റെയും പൗലോസിന്റെയും കൂടെ സന്തത സഹചാരികളായി ശുശ്രൂഷയിൽ കൂടെ നിന്നവരാണ് ലൂക്കോസും മർക്കോസും. അപ്പോൾ മത്തായി, യോഹന്നാൻ, പത്രോസ്, പൗലോസ് 4, മർക്കോസും ലൂക്കോസും 4-2
6. പിന്നെ 2 പേര്, ഒന്ന് യാക്കോബും 2 യൂദയും. ഇങ്ങനെയാണ് ഈ 8 പേര്. അതിൽ യാക്കോബും യൂദയും യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പിതാവ് ജനനം 2 വിധത്തില്ല, മാതാവ് ഒന്ന. ഒരു കാര്യം കൂടെ എപ്പോഴും പറയുന്നത്, ഒന്നുകൂടെ ഊന്നി പറയാ, അതുകൊണ്ടാ വേർപെട്ട ദൈവമക്കൾ, വചനം പഠിക്കുന്ന ദൈവമക്കൾ, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ, വചനത്തെ ഭയപ്പെടുന്നവർ, വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ മറിയം എന്ന് പറയുന്ന അമ്മയെ നിത്യകന്യകയായി അംഗീകരിക്കാത്തത്. അതാ അല്ല, പണക്കമൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ മറിയം നിത്യകന്യകയല്ല. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം ഈ അമ്മയ്ക്ക് മക്കളുണ്ടായി. അമ്മ നല്ല അമ്മയാ, വിലമതിക്കപ്പെട്ടതാണ്, മാന്യായ അമ്മയാണ്, ഇതുപോലെ അന്തസ്സുള്ള, ആഭിജാത്യമുള്ള, എൻ്റെ ഭാഷയാ, ആ അമ്മ വിവരമുള്ള, പരിജ്ഞാനമുള്ള, പക്വതയുള്ള, ദൈവകൃപയുള്ള, വിശുദ്ധയായ ഒരു സ്ത്രീ ഇല്ലെന്നുള്ളതായ എൻ്റെ വാദം. ചില ആൾക്കാർ പറയുന്നത് പെന്തിക്കോസുകാർ അമ്മയെ അംഗീകരിക്കുന്നില്ലെന്ന്. അമ്മയെ അംഗീകരിക്കുന്നു, പക്ഷേ അമ്മയെ ആരാധിക്കത്തില്ല. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തുവാ. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമാ. ആരെ ആരാധിക്കണം? യേശുക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? അതൊക്കെ തിരുവചനത്തിലുണ്ടല്ലോ. ആമേൻ. ഒരു കാര്യം പറയും, ആരാധനയ്ക്ക് യോഗ്യൻ നസറയനാകുന്ന യേശുക്രിസ്തു. എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. സന്ദർഭം വന്നുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുക. അല്ല, ആവർത്തിക്കുന്നത് തെറ്റൊന്നുമല്ല, ആണോ? അല്ല, നമുക്കൊരു പുസ്തകം തന്നെ തന്നിരിക്കുക, ആവർത്തനം. തെറ്റാന്ന് എഴുതി തരുമോ? തരത്തില്ല. അപ്പൊ ആവർത്തനം തെറ്റൊന്നുമല്ല, ഒരു പുസ്തകം തന്നെ നമുക്ക് തന്നിരിക്കുക, ആവർത്തന പുസ്തകം. പുതിയ കാര്യമൊന്നുമില്ല, പഴയ കാര്യമാണ്. അത് ഒന്നുകൂടെ ഒന്ന് അയവറക്കുകയോ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. തന്നെയല്ല, ആവർത്തിക്കുന്നത് തെറ്റല്ല. ഒരു വാക്യം വായിച്ച തെളിവിന്, പുതിയ നിയമത്തിൽ നിന്നും കൂടെ ഫിലിപ്പിയ ലേഖനം 3:1 വായിച്ചോ ദൈവദാസനെ. ഫിലിപ്പിയർ 3 അറിവുള്ള വാക്യമാണ്, വായിച്ചോ. ഫിലിപ്പിയർ 3:1. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും ആവർത്തിക്കുക. ഇത് നേരത്തെ പറഞ്ഞതാ, കർത്താവിൽ സന്തോഷിക്കണം. അന്നേരം പൗലോസ് നോക്കുമ്പോൾ എല്ലാം മസിൽ പിടിച്ചിരിക്കുക. ചില പറഞ്ഞില്ലേ, എനിക്ക് സന്തോഷം ഉണ്ട്, നിനക്ക് വട്ടമുണ്ട്. സന്തോഷത്തിന് പ്രത്യക്ഷവും പരോക്ഷമായ തെളിവുകളില്ലയോ? അപ്പോൾ അതേ കാര്യം ഞാൻ പിന്നെയും നിങ്ങളോട് പറയുകയാ. അപ്പൊ ആവർത്തിക്കുന്നത് തെറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, യൂദ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാ. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു തമ്പുരാനെ പ്രസവിച്ച അനന്തരം ഈ അമ്മയ്ക്ക് മക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രം, വേറെ ആരെ ആരാധിക്കരുത്. യോഗ്യൻ യേശുക്രിസ്തു മാത്രമാ. കുഞ്ഞാടെ, നീ യോഗ്യൻ. നീ ഇറക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു, നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ആ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം പഠിക്കുമ്പോൾ ആരാധനയ്ക്ക് അവിടുന്ന് മാത്രമാ യോഗ്യൻ. യോഗ്യനാകാൻ ഒത്തിരി കാര്യമുണ്ട്. ഒരു കാര്യം പറഞ്ഞ് ആ ഭാഗം അങ്ങ് വിട്ടേക്കാ. യോഹന്നാൻ നോക്കുമ്പോൾ ആ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, അറക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിടികിട്ടി. അവൻ രക്തം ഒഴിച്ചു നിൽക്കുകയാ, രക്തം തന്നു നിൽക്കുകയാ, രക്തം ചൊരിഞ്ഞു. ആ കുഞ്ഞാട് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശുക്രിസ്തു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാകാൻ കാരണം അവിടുന്ന് മാത്രമാണ് മനുഷ്യവർഗത്തിന് വേണ്ടി രക്തമൂറ്റിയത്. ഇവിടെ വന്ന സകല ആൾക്കാർ ഓരോരുത്തരുടെ രക്തം ഊറ്റിക്കൊണ്ട് പോവുക ചെയ്തത്. പിന്നെ എന്തൊക്കെയാ കൊണ്ടുപോടാ രക്തം കൊണ്ടുപോകാന്ന്. ഞാൻ നിന്നെ നല്ല വത്സൻ അത് കാരണം അങ്ങ് അവിടെ മുതൽ വടിവാളുമായിട്ട് കിടക്കുക വത്സൻ പടലി വെട്ടാൻ. യേശുക്രിസ്തുവിന് ആരുടെയും രക്തം വേണ്ട, അവിടുത്തെ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നു. യേശുവിന്റെ രക്തത്തിന് പാപമോചനത്തിന് ശക്തിയുണ്ട്. ഈ രക്തത്താൽ രോഗശാന്തിയുണ്ട്, ഈ രക്തത്താൽ പാപമോചനമുണ്ട്, ഈ രക്തത്താൽ വിടുതലുണ്ട്. ഇത് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തമാ. ഈ രക്തം പാപമോചനം തരുന്ന രക്തമാ. ഈ രക്തം രോഗശാന്തി തരുന്ന രക്തമാ. ഈ രക്തം നിന്നെ വിടുവിക്കുന്ന രക്തമാ. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാ. അതുകൊണ്ട് യേശുക്രിസ്തു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അതുകൊണ്ടാണല്ലോ അമ്മയും മോനും കടന്നപ്പോൾ പൊന്നും മൂടും കുന്തിരിക്കും കൊണ്ടുവന്ന് ആ കാഴ്ച വെച്ചു വീണ് വണങ്ങി അവനെ ഒന്നുമാകർന്നിന്നൂക്കൽ ഭക്തിയോടെ പൊന്നെ മൂല കുന്തിരിക്കാൻ കാഴ്ച വെച്ചു. ഒന്നുമാകർന്നിന്നൂക്കൽ
മാത്രമേ ആരാധിക്കാവൂ, വേറെ ആരെയും ആരാധിക്കരുത്. ഈ പരുവത്തിൽ നിൽക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിനെ പ്രസവിച്ച അനന്തരം ഈ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നു. ഒരു വാക്യം തെളിവിന് വായിച്ചു, അറിവുള്ള വാക്യമാ മർക്കോസ് 6:3. പെട്ടെന്ന് വായിച്ചു. ദൈവദാസനെ ചടികടാന്ന് വായിച്ചൊന്ന് സഹായിക്കണം, നമുക്ക് ഓടിച്ചു പോകേണ്ടതാ. ചടികടാന്നൊന്ന് വായിക്കുന്നതിന് നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. മർക്കോസ് 6:3 എടുത്തവർക്ക് ആർക്കെങ്കിലും വായിക്കാം. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചൻ അല്ലയോ? മറിയയുടെ മകൻ. മറിയാമെന്ന് പോലും പറയുന്നില്ല. മറിയ. നമ്മുടെ ഇടയിലും അങ്ങനെ ഉണ്ട്. പിണങ്ങരുത്. പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. കാശും പുത്തനും കനവും തൂക്കമുള്ള അമ്മച്ചിയെ കയറി മറിയാമ്മ കൊച്ചമ്മ എന്ന് വിളിക്കല്. മറിയാമ്മച്ചയുടെ വീട്ടിൽ പ്രാർത്ഥന. കാശും പുത്തനും കളറും നിറവും നിലവാരവും വലിയല്ലേ പറയേ. മറിയ സഹോദരിയുടെ വീട്ടിൽ താമസിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ലേ? ഉണ്ട്. നമ്മളെല്ലാം ആത്മീയരാ, എല്ലാം മിടുക്കന്മാരാ. പക്ഷേ എന്നാ ഇനി ആ വിഷയം പറയുന്നില്ല, പോട്ടെ. അല്ല, ഇത് അന്നും ഉണ്ടായിരുന്നു. മറിയ ഇച്ചംപ്രയോഗമൊക്കെ ബഹുമാന സൂചകമാണ്, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. മറിയയുടെ മകന്. പിന്നെ കൊച്ചാക്കാനാ പറഞ്ഞ തച്ചൻ്റെ. എന്തായാലും കൊള്ളാം, യേശുക്രിസ്തുവിന് അർത്ഥ സഹോദരന്മാരുണ്ട്. അതിൽ അർത്ഥ സഹോദരനാണ് ഇപ്പോൾ വായിച്ച ലേഖനത്തിന്റെ എഴുത്തുകാരനാകുന്ന യൂദ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ യൂദയുടെ ലേഖനം പ്രാരംഭത്തിൽ ഓർപ്പിച്ചത് പോസ്റ്റ് കാർഡാണ്. ചെറുതാന്നോർത്ത് കീറിക്കളയരുത്, ചെറുതാന്നോർത്ത് തള്ളിക്കളയരുത്, ചെറുതാന്നോർത്ത് ഇത് അത് ഉത്തരവാദിത്തമില്ലെന്നാന്ന് ചിന്തിക്കരുത്. ഈടുറ്റ ലേഖനമാണ് യൂദയുടെ ലേഖനം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ലേഖനത്തെ പറ്റി പറഞ്ഞേച്ചെടുത്ത വാക്യത്തോട് കൂട് പുലർത്തുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നവരും നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയുള്ളവരുമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ യൂദയുടെ ലേഖനത്തിലെ പ്രധാന ഒരു പദം സൂക്ഷിക്കുക എന്നുള്ളതാണ്. സൂക്ഷിക്കുക. 1-ാം വാക്യവും അതിൻ്റെ 6-ാം വാക്യവും അതിൻ്റെ 13-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും 24-ാമത്തെ വാക്യം. 1, 6, 13, 21, 24 പെട്ടെന്ന് ക്രമത്താൽ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. അവിടെ ഒരു പദം കണ്ടോ? സൂക്ഷിക്കപ്പെട്ട്. 6-ാം വാക്യം അവിടെ സൂക്ഷിച്ചെന്ന് പദമുണ്ട്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ഞങ്ങളിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അന്ധകാരത്തിന് കീഴിൽ അവിടെ സൂക്ഷിച്ചു. ഇനി 13-ാം വാക്യം. തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ പിന്നെ സദാകാലത്തേക്ക് സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചെന്നൊരു പദമുണ്ട്. ഇനി 21-ാം വാക്യം. 21. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. അവിടെ സൂക്ഷിച്ചെന്നുള്ള പദമാണ്. 24. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. അവിടെ സൂക്ഷിച്ചു. അപ്പോൾ ഈ വാക്യത്തിലെല്ലാം കൊടുത്തിരിക്കുന്ന പ്രധാന പദം സൂക്ഷിച്ചു. 1-ാമത്തെ വാക്യത്തിലും 6-ാമത്തെ വാക്യത്തിലും ആമേൻ 13-ാമത്തെ വാക്യത്തിലും 21-ാമത്തെ വാക്യത്തിലും 24-ാമത്തെ വാക്യത്തിലും പ്രധാനമായ പദം കൊടുത്തിരിക്കുക സൂക്ഷിക്കുക. സൂക്ഷിക്കണം. നമുക്ക് നമ്മളെ സൂക്ഷിക്കാൻ നേരമില്ല. അടുത്തിരിക്കുന്നവനെയാ യോഗത്തിന് വന്നാൽ അവനെ സൂക്ഷിച്ചായിരിക്കുന്നത്. ഈ പുള്ളി കൈയടിക്കത്തില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കില്ല. അടുത്തിരിക്കുന്ന പുള്ളിയെ എല്ലാവരും ആരാധിക്കും വരുന്ന പമ്മെന്ന് കണ്ടിട്ടില്ലേ? എടാ, ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കാം. നീ എന്തിനാ വല്ലവരെ നിന്നെ തന്നെ സൂക്ഷിക്കണമെന്നാ? ആട്ടെ, നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. അത് വിടുന്നതാണ് നല്ലതും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ പ്രധാന പദം സൂക്ഷിക്കുക. ഇനി ഈ ലേഖനം ആരാ എഴുതിയത്? ഈ ലേഖനം ആരാ എഴുതിയ? അമ്മ പറ. യേശുക്രിസ്തുവിന്റെ ദാസനും യൂദാസ് പറഞ്ഞു. 1-ാം വാക്യം വായിച്ചു. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അതിനെ യാക്കോബിന്റെ സഹോദരൻ എന്ന പദം വന്നത്. യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അതിനെ അങ്ങനെ പറഞ്ഞേ, യാക്കോബിന്റെ സഹോദരനായ യൂദ. നിങ്ങൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പം വേറൊരു ഭാഗത്തുണ്ട് യാക്കോബിന്റെ മകനായ യൂദ. അതുകൊണ്ടാണ് ഇത് ക്ലിയർ ആക്കിയത്. യാക്കോബിന്റെ വായിച്ചോ, പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 12 മുതലാ. 13-ാമത്തെ വാക്യത്തിലാണെങ്കിലും മാളിക മുറി കൂടിയ ലിസ്റ്റ് ഇട്ടിരിക്കുക. 12 മുതൽ വായിച്ച കണ്ണിക തുടങ്ങുന്നത് മുതൽ വലത്തുവശത്ത് കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിര്. അവർ യെരൂശലേമിന് സമീപത്ത്
ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഓടിച്ചു ഒരു മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങി പോന്നു. അടുത്തത് അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറി പോയി. എടുത്ത വാക്യം പത്രോസ്, യോഹന്നാൻ. അയ്യോ, ഇത് വെറുതെ വായിക്കാം അല്ല, ഇവിടെ എല്ലാം കാണിച്ചു. മോനെ, ഇത് കാണിക്കണ്ട, എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുക. മേളി ഞാൻ തലയെടുത്ത പോലെ പുസ്തകം എടുക്കല്ല, യുവദാസം കഷ്ടപ്പെട്ട് വായിക്കുക. വാക്യം കാണിക്കണ്ട, വേണം ഇവരെല്ലാം ഒന്ന് കാണിച്ചു. ഇവരെ അധ്യക്ഷനെയും ബഹുമാനപ്പെട്ടവരെയും കാണിക്കുക. ഇനി അവരെ കണ്ടില്ലെന്നൊരു പരാതിയും വേണ്ട. അവരെ കാണാനും കൊള്ളാം. അച്ഛാനിരിക്കുന്നത് തന്നെ സദസ്സിനൊരു അഴകും അഭിമാനമാണ്. ദൈവം ദീർഘായുസ് കൊണ്ട് വീണ്ടും ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് മഹത്വം. ഞാൻ എന്നും പ്രാർത്ഥിക്കും കേട്ടോ. മുഖസ്തുതി ഒന്നുമല്ല. ദൈവത്തിന് മഹത്വം. വാക്യം കാണിക്കുക. എവിടെ നിന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്? വാക്യം കാണിക്കണ്ട. നിങ്ങളും വേണേ വേറെ പുസ്തകം എടുത്തു. ഇത് വായിര്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായിയുടെ മകനായ യാക്കോബ്, എരുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ. അപ്പോൾ ഈ യൂദയുടെ ലേഖനത്തിൽ യാക്കോബിന്റെ സഹോദരനാകുന്ന യൂദ എന്ന് ക്ലിയർ ആക്കാൻ കാരണം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ യാക്കോബിന്റെ മകനായ യൂദ എന്ന് പറഞ്ഞ അപ്പനെ മോനെയും തെറ്റരുതെന്ന്. അങ്ങനെ തെറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പനേതാ, മോനേതാ, അമ്മയേതാ, അനിയത്തിയേതാ, അമ്മായി അമ്മയേതാ, മരുമകളേതാന്ന് അറിയാൻ മേലത്ത് വെളിവില്ലാത്തവന്മാരുണ്ട്. മിണ്ടുന്നില്ല. മിണ്ടണ്ട. എന്തിനാ മിണ്ടുന്നതിന്? ദൈവദാസനോടെങ്ങനെ സംസാരിക്കണം, വിശ്വാസിയോടെങ്ങനെ സംസാരിക്കണം, പ്രായമുള്ളവരോടെങ്ങനെ ഇടപെടണം, യൗവനക്കാരോടെങ്ങനെ ഇടപെടണം, മൂത്ത സഹോദരിമാരോടെങ്ങനെ ഇടപെടണം, അമ്മേക്കാ പ്രായമുള്ളവരോടെങ്ങനെ ഇടപെടണം, കൊച്ചുങ്ങളോടെങ്ങനെ ഇടപെടണം, യുവാക്കളോട്, ഇതൊന്നും വിവരമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ അമ്മ പറയുന്നൊരു ഭാഷയുണ്ട്, എടാ തെങ്ങിനും കമുങ്ങിനും ഒരു തളാപ്പ് കൊണ്ടുപോകരുതെന്ന്. അത്രോ ഇപ്പോൾ പറയുന്നുള്ളൂ. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. PIP അംഗങ്ങളോട് പറയാ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. 119-ാം സങ്കീർത്തനം കാണാതെ പറഞ്ഞ് അവർ ട്രോഫി ആയിട്ട് ഉണ്ടയിടുക അല്ല വിഷയം. സ്തോത്രം. വീട്ടിൽ ചെല്ലുമ്പോൾ മുഴുവൻ ട്രോഫി ഇരിക്കുക, അത് നല്ല കാര്യം. ട്രോഫിയൊക്കെ മേടിച്ചോ, അതിനൊന്നും ഞാൻ എതിരല്ല. സെൻറ്റർ ബേസിലും ഒക്കെ മേടിച്ചോ. പക്ഷേ എൻ്റെ കൊച്ചു സഹോദരന്മാരോട് പറയാ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. മലാക്കി പ്രവചനത്തിലുണ്ട്, ഞാൻ അപ്പനാണെങ്കിൽ അപ്പനോടുള്ള ബഹുമാനം എവിടെ? സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിക്കാത്തൊരു കാലമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പണ്ട് പ്രായമുള്ള അപ്പന്മാരിരുന്ന് അതിലൊന്നും പെൺപിള്ളേർ പോകുകയല്ല. അഥവാ പെൺപിള്ളേർ വന്ന അമ്മ പറയും, എടി ഇച്ചാൻ എവിടെ ഇരിക്കുന്ന അപ്പുറേ കൂടെ പോകാൻ പറയും. എന്തുവാന്ന് ചോദിക്കും. എന്നെങ്ങാനും ഇച്ചാനാന്നും പറഞ്ഞ് അവിടുന്ന് ഒറ്റ അടിക്കുന്നതിനെ കനാലിൽ കളയും. അരിച്ചാനാന്നും പറഞ്ഞ് തൊണ്ണായിരുന്ന കാരണം അവർക്ക് വാട്സപ്പിനകത്തൂടെ കോള് വന്നുകൊണ്ടിരിക്കുക. ആ അടിച്ച് നിന്നെ ഒറ്റ അടിക്കുന്നതിനെ കനാലിൽ കളയും. ഒരു കാര്യം കൊച്ചു സഹോദരന്മാരോട് പറയാം, നിങ്ങൾ മോശക്കാരാന്നല്ല പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കരുത്, എടാ ഇയാളെ വിളിച്ചത് ഇപ്പം നാശമായല്ലോ എന്ന്. അല്ല, യൗവനക്കാരാകുന്ന PIP അംഗങ്ങളോട് ദൈവദാസൻ എന്നുള്ള നിലയിൽ പറയാ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരരുത്. മൊബൈലിനകത്ത് അന്തും ബിന്ദും ഒക്കെ വരും. തന്നെ ആലോചിക്കുമൊന്നും ചെയ്യരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. മിണ്ടുന്നില്ലല്ലോ. ഒരു കുഞ്ഞിനെ അമ്മമാര് വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് വളർത്തി പഠിപ്പിച്ച് ഒരു പ്രായത്തിലാക്കുമ്പം അവർക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്. എൻ്റെ കൊച്ചു സഹോദരന്മാരെ, നിങ്ങളാരും അത് തകർത്ത് കളയരുത്. സ്തോത്രം. യൂത്ത് ക്യാമ്പിയൊക്കെ നല്ലതാ. വേറെ സ്ഥലത്ത് പോയി ക്യാമ്പ് കൂടുന്നതൊക്കെ കൂടിക്കോ. ഞാനിപ്പോൾ ആ ഭാഗത്തോട്ട് കിടക്കുന്നില്ല. ട്രോഫിയൊക്കെ നല്ലതാ. സെൻറ്ററിലും ലോക്കലിലും അങ്ങ് കേന്ദ്രത്തിലുമൊക്കെ മേടിക്കുന്ന നല്ലതാ. തെറ്റാന്നല്ല പറഞ്ഞത്. അതിലെല്ലാം ഉപരി മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവർക്ക് ഈ അപ്പനെ അമ്മയും കണ്ണുനീര് കുടിപ്പിച്ച് കല്യാണം കഴിച്ച ഒരെണ്ണം ഗുണമായിട്ടില്ല. ഉണ്ടെങ്കിൽ എന്നോട് 2 പേരുടെ പേര് പറഞ്ഞേ. 2 പേരുടെ പേര് പറഞ്ഞാൽ മതി. എന്നേക്കാൾ പ്രായമുള്ളവരല്ലേ. ഞാൻ കൊച്ചു സഹോദരിമാരോടും കൊച്ചു സഹോദരന്മാരോടും പറയാം. കൺവെൻഷനാന്ന് എനിക്കറിയാം. നിങ്ങളിപ്പോൾ എന്തൊക്കെയാ, ഇയാളെ കൺവെൻഷന് വിളിച്ചാൽ പ്രസംഗിച്ചു പോയാൽ പോരെ. എടാ ഇതായി പറഞ്ഞു തരണ്ട, ഗുണദോഷം പറയണ്ടായോ? സ്തോത്രം. നിങ്ങൾക്ക് കർത്താവ് വരവ് താമസിച്ചാൽ ദൈവം നിങ്ങൾക്കെല്ലാം ആയുസ് തരട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്.
മാതാപിതാക്കൾക്ക് ദുഃഖമുണ്ടാക്കുന്ന, അവർക്ക് മനപ്രയാസം വരുത്തുന്ന ഒരു കാര്യവും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത്. അവർ പറയുന്നത് അനുസരിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ടു പോയാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊരു ദോഷവും വരികയല്ല. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമേ തരൂ. ആ ഭാഗം അങ്ങ് വിടുകയാണ്. നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ യൂദ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാകുന്ന യൂദ. ഇനി രണ്ട് കാര്യം പറയാം. ഈ യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ യൂദായുടെ മനോഭാവം, ഞാൻ എപ്പോഴും പറയും, നല്ല മനോഭാവമാണ്. നമ്മുടെ മനോഭാവം പോലല്ല യൂദായുടെ മനോഭാവം, നല്ല മനോഭാവം. എന്തുവാ യൂദായുടെ മനോഭാവം? 2 വാക്യത്തിൽ ആ മനോഭാവം തെളിയുന്നുണ്ട്. 1-ാം വാക്യമായി കർത്തൃദാസനെ, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യേശുക്രിസ്തുവിന്റെ ദാസൻ, അങ്ങനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിന്റെ ദാസൻ മനോഭാവം കണ്ടോ? ഞാനോ നിങ്ങളോ ആയിരുന്നേ പൊന്നച്ചൻ പാസ്റ്റർ സൂക്ഷം എഴുതാൻ പോകുന്ന, എൻ്റെ ഭാഷ പറയാ ഫിലിപ്പച്ചായ, ഞാനോ എന്നെ പോലുള്ള വല്ലവരും ആണെങ്കിൽ എഴുതുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനെന്ന് എഴുതുകയല്ല, അല്ല അനിയനെന്നും എഴുതുകയല്ല. തോമസ് ഓടിച്ച ദൈവത്തിന്റെ അനിയനായ യൂദ. യേശുക്രിസ്തു ദൈവമല്ലേ? തീത്തോസ് 2:11 വായിച്ചു. ചിലക്കൊരു സംശയം. തോമസ് ഓടിച്ചാൻ്റെ സംശയമില്ലെന്ന് എനിക്കറിയാം. ഓഡിയൻസില് എടാ അവിടെ ഇറങ്ങിയിരി, നീ അവിടെ പോവാ, ഇനി നീ ഓടിയാൽ തീത്തോസ് ലേഖനം തീത്തോസ് 2:11 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അടുത്തല നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു മഹാദൈവമാണ്. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. യേശുക്രിസ്തു മാത്രമാണ് ജീവനുള്ള ദൈവം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു മഹാദൈവമാണ്. ഈ വാക്യം വെച്ചാണെങ്കിൽ ഞാനോ നിങ്ങൾ എഴുതുമ്പോൾ എഴുതുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനെന്നല്ല, എൻ്റെ ഭാഷ പറഞ്ഞ ദൈവത്തിന്റെ അനിയനായ. ഈ സഭകളിലൊക്കെ അങ്ങനെ ദൈവത്തിന്റെ അനിയനും ചേട്ടനും കളിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് സകലതും. ആ വരവൊക്കെ കണ്ടാലും എന്തോ വരവ് ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ അളിയൻ വന്നിട്ടുണ്ട് സഭായത്തിന്. ദൈവത്തിന്റെ അളിയനും ദൈവത്തിന്റെ അനിയനും ദൈവത്തിന്റെ ചേട്ടനും ഒക്കെ അഭിനയിക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. യൂദായുടെ മനോഭാവം കണ്ടോ? യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാ. പക്ഷേ ഒന്ന് പരിചയപ്പെടുത്തിയത്, ഞാൻ അർത്ഥ സഹോദരനാന്ന് പരിചയപ്പെടുത്തുന്നതിന് ഉപരി ഞാൻ അവിടുത്തെ ദാസനാ. അതാ കർത്താവിന്റെ ദാസൻ. അതിനിപ്പറ എന്ത് വിശേഷത വെച്ചാലും ഒക്കത്തില്ല. ചിലരെ പറ്റിയൊക്കെ അങ്ങോട്ട് വിശേഷത നോട്ടീസിലൊക്കെ വെക്കുന്ന ഡോക്ടർ, റവറൻ, പിന്നെ ഡിഗ്രി സ്ഥാനമാനങ്ങൾ എല്ലാം വെച്ച് ദാസൻ എന്നുള്ളത് മിക്കപ്പോഴും കാണുന്നില്ല. പക്ഷേ യൂദായുടെ മനോഭാവം, എനിക്ക് മറ്റ് യാതൊരു പ്രശംസയും വേണ്ട, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ദാസൻ, യേശുക്രിസ്തുവിൻ്റെ ദാസൻ. മനോഭാവം നല്ലതാ. മാത്രമല്ല തൻ്റെ വേറൊരു മനോഭാവം, ദൈവദാസനെ 3-4 വാക്യം വായിച്ചേ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾ എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യും. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നൊടിഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ 3-ാമത്തെ വാക്യത്തിൽ ഒരു പദമുണ്ട്, അത് പറയാനാ ഞാൻ ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞു. വായിച്ചോ, 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷ മനോഭാവമാണ്. തന്റെ മനോഭാവത്തിന്റെ വിശേഷത ഒന്ന്, ദൈവത്തിന്റെ അനിയനാന്നല്ല എഴുതിയത്, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസൻ. 2, ആ പദം കണ്ടോ, പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷ. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ യൂദാ പറയുകയാ, ഇന്നത്തെ യൂദായാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ അനിയനാ. ദൈവവും ഞാനും കൂടെ വർഷങ്ങളൊന്നിച്ച് ജീവിച്ചതാ. ഞങ്ങളുടെ വീട്ടിലാണല്ലോ ദൈവം കിടന്നുറങ്ങിയത്. ഒരു പാത്രത്തിലുണ്ടും ഒരു പായി കിടന്ന്, എൻ്റെ ശൈലി പറയുകയാ, ഒരു പായി കിടന്നും ഒരു പാത്രത്തിലുണ്ടും ഒരു വീട്ടിലെ ഭക്ഷണം കഴിച്ചും. ഇന്നത്തെ രീതി വെച്ച് ഞാനങ്ങ് പറയാം, അങ്ങനെയൊക്കെ ആണോ എന്ന് എന്നോട് ചോദിച്ച് എന്നെ വെട്ടിനകത്താക്കരുത്. ഷർട്ടാന്നേലും മാറി മാറി ഇട്ടേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചേട്ടാനിയന്മാര്. ചെരുപ്പും ഒക്കെ ഒന്ന് മാറി മാറി ഒരു വീട്ടിലല്ലേ, അങ്ങനെ അല്ല. അതുപോലും കൊടുക്കാത്തവന്മാരും ഉണ്ട്. സ്വന്തം അനിയനും ചേട്ടനും ഒരു ഗുണവും ചെയ്യാത്ത ധാരാളം ബിരുദന്മാരും ഉണ്ട്. അനിയനുമായിട്ട് കേസുള്ള ബന്ധിക്കോസുകാരുണ്ട്. ഇവിടെ ഉണ്ടോ? കാണാൻ സാധ്യതയുണ്ട്, നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഉണ്ട്.
ചേട്ടത്തി അനിയത്തിയായിട്ട് വേണ്ടിയിട്ട് എത്ര കൊല്ലമായി? അയലത്തുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര കൊല്ലം? മറുഭാഷ ഇങ്ങനെ അറുകല തുള്ളും പോലെ തുള്ളുക. ഈ പാട്ടുകാരാണ് അവരെ കുറ്റം പറ്റുക, അവരാണ് ഇളക്കുകയും ചെയ്യും, നിർത്തുക. അതിൻ്റെ തങ്ക തുള്ളി തുള്ളി ഇടപാട് തീരുക. നല്ല കാര്യമാണ്. ഇന്നാളൊരാൾ പറഞ്ഞു തീയാന്ന്. തീ ഒരു തീയുമില്ല. എടാ, തീ വന്നാൽ ദഹിപ്പിക്കുകയല്ലേ? ശരിയായ തീ വന്നാൽ ദഹനം നടക്കും. ഈ തീയാന്ന് പറഞ്ഞിട്ട് ദഹിക്കുന്നില്ലല്ലോ. ആ ഭാഗത്തേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. ദൈവത്തിൻ്റെ മകത്ത് ശരിയായ തീയാന്ന് ദഹിക്കേണ്ടതെല്ലാം ദഹിക്കണം. അതെ, വിഷയം വിട്ടേക്കാൻ ദൈവത്തിന് മകത്ത്. അപ്പോൾ യൂദയുടെ മനോഭാവം, ഞങ്ങൾ വീട്ടുകാരാ, കുടുംബക്കാരാ. അപ്പൊ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും എൻ്റെ ഭാഷയെ പറയുകയാണ്, തെറ്റിദ്ധരിക്കരുത്. കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും, എൻ്റെ ഭാഷയാ, കുടുംബത്തിൽ പിറക്കാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷ. അങ്ങനല്ല. കുടുംബത്തിൽ പിറന്ന എനിക്കും കുടുംബത്തിലല്ലാത്ത നിങ്ങൾക്കുമെല്ലാം രക്ഷ ഒന്നാ. രക്ഷ ഒന്നേ ഉള്ളത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. ഇപ്പൊ ഈ സഭകളിലെല്ലാം കുടുംബസഭയല്ലേ? ചേട്ടനും അനിയും ചേട്ടത്തി അവരാ കുടുംബക്കാരാ കൂടുതലും. പാസ്റ്റർമാരും അതുകൊണ്ട് പേടിച്ചാ ജോഡി ആന്നെന്ന് ചെല്ലുമ്പോഴേ പറയാം, പാസ്റ്റർ ഈ സഭ ഞങ്ങളുടെ വീട്ടുകാരാ കൂടുതൽ, ഞങ്ങളുടെ അപ്പച്ചനാ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എന്ന് പറഞ്ഞാൽ 500-ന്റെ മോട്ടറല്ലേ. ആയിക്കോട്ടെ, എതിർക്കൊന്നൊന്നുമില്ല. അവ കുടുംബക്കാരായതുകൊണ്ട് ഒന്നും മിണ്ടാനും ഒക്കത്തില്ല. പിന്നെ ഒരു പരുവത്തിനൊക്കെ കുഞ്ഞുട്ടിച്ചാ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? കൈ പൊക്കിക്കേ, കൈ ഒന്ന് പൊക്ക. അങ്ങനെ പൊക്ക്. ഇവിടെയൊക്കെ ഞാൻ കണ്ട അവിടെ ഇരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും കുടുംബക്കാരല്ലാത്ത നിങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയല്ല. നമ്മുടെ ഇടയിലും അങ്ങനെ ഉണ്ടല്ലോ, വായ്പും ചിന്തയൊക്കെ. ഞങ്ങളൊക്കെ കുടുംബക്കാരാ, അവര് കുടുംബത്തിൽ പിറക. ഇന്നാളൊരാളെ പറ്റി ഒരാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങളുടെ സഭയിലല്ലേ? ഞങ്ങളുടെ സഭയില, മറ്റേതാന്ന്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന പിടി കിട്ടുന്നില്ലേ? ആയിക്കോട്ടെ, മറ്റേതായിക്കോട്ടെ. വേറൊരാൾ പറഞ്ഞു മാർക്കം കൂടിയതാന്ന്. എല്ലാവരും മാർക്കം കൂടിയതാ. പണ്ടൊരു തള്ളയും മരുമകളും കൂടെ മഴക്കൊണ്ടായപ്പം മരുമകൾ അമ്മായിയും കൂടെ പറഞ്ഞു, തള്ളേ നമ്മൾ രണ്ടും ഒരേ പ്രകൃതക്കാരാ, നമ്മൾ രണ്ടും വന്ന് കയറിയതാ. നിങ്ങൾ 30 കൊല്ലം മുമ്പ് ഇവിടെ വന്നു, ഞാൻ 2 കൊല്ലം മുമ്പ് വന്നു. അതുകൊണ്ട് നമുക്കൊരു ധാരണ മനസ്സിലായില്ല. നമ്മൾ ഈ വീട്ടിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ധാരണ വേണം. നിങ്ങളും ഇവിടെ വന്നതാ, എന്നെ ഇവിടെ നിങ്ങൾ 30 കൊല്ലം മുമ്പ് ഇവിടെ വന്നു, ഞാൻ 2 കൊല്ലം മുമ്പ് വന്നു. വർഷത്തിൻ്റെ വ്യത്യാസമുള്ളവർ നമ്മളെല്ലാം കണക്കാവുണ്ട്. നമുക്കൊരു ധാരണ. അതുകൊണ്ട് നിങ്ങളും ഞാനും ഒരു ധാരണ പോകണം. അപ്പൊ കുടുംബക്കാരാകുന്ന ഞങ്ങൾക്ക് ഒരു പ്രത്യേക രക്ഷയും കുടുംബത്തിലല്ലാത്ത നിങ്ങൾക്ക് വേറൊരു രക്ഷയല്ല. രക്ഷ ഒന്നേ ഉള്ളൂ. അതാ പൊതുവിലുള്ള രക്ഷ. അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രം, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പ്രൈസ് ദി ലോർഡ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ നിന്റെ രക്ഷപ്പെടത്തില്ല. രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാ. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് മനുകുലത്തിന് രക്ഷ. അത് യൂദാ സ്ഥാപിച്ചു, പൊതുവിലുള്ള രക്ഷ. ഓടിച്ചു പറയാം. ഇനി ഈ ലേഖനത്തിന്റെ വേറൊരു പ്രത്യേകത, ഈ വേദപുസ്തകം നിങ്ങൾക്കറിയാം, ഈ 66 പുസ്തകം എഴുതിയത് ഏതാണ്ട് 40 എഴുത്തുകാർ ചേർന്ന. അതെല്ലാവർക്കും അറിയാം, 40 എഴുത്തുകാർ. പക്ഷേ ഈ ലേഖനത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, പോസ്റ്റുകാരുടെ തള്ളിക്കളയരുത്. 40 എഴുത്തുകാർ ചേർന്ന യൂദയുടെ ലേഖനം എഴുതിയ, പക്ഷേ 39 എഴുത്തുകാർക്കും വെളിപ്പെടാത്ത പ്രധാനപ്പെട്ട 2 മാർമിക വിഷയം യൂദായ്ക്കാണ് വെളിപ്പെട്ടത്. അത് മറ്റൊന്നുമല്ല, ഒന്ന് മോശയുടെ ഉയർപ്പിനെ സംബന്ധിച്ച കാര്യം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. 2 നമ്മളിപ്പോൾ വായിച്ച കുറുവാക്യമാ ഹാനോക്ക് പ്രവചിച്ച വിഷയം. അപ്പോൾ ഹാനോക്ക് പ്രവചിച്ച വിഷയവും മോശയുടെ ശരീരത്തിന്റെ ഉയർപ്പിനെ സംബന്ധിച്ച വിഷയം 39 എഴുത്തുകാർക്കും വെളിപ്പെട്ടില്ല. ആമേൻ. യൂദായ്ക്കായി കാര്യം വെളിപ്പെട്ടത്. അതുകൊണ്ട് ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്.
ഇനി മാത്രമല്ല ലേഖനത്തില് നിങ്ങൾ 25 വാക്യം ഒന്ന് ഓടിച്ച് പഠിച്ചാൽ ഈ 3ന്റെ ഒരു കണക്ക് അവിടെ കിടപ്പുണ്ട്. 3കളുടെ കണക്കുണ്ട്. 1-ാം വാക്യം വായിച്ചേ ദൈവദാസനെ. 1-ാം വാക്യം 3ന്റെ ഒരു കണക്ക്. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സ്നേഹിക്കപ്പെടുക, സൂക്ഷിക്കപ്പെടുക. അടുത്തത് ഇരിക്കുന്നവരായ വിശുദ്ധന്മാർക്ക് എഴുതുന്നത് വിളിക്കപ്പെട്ടത്. അപ്പോൾ സ്നേഹിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട്, വിളിക്കപ്പെട്ട് 3 പദമാണ്. ഇനി 5, 6, 7 തിരുവെടുത്ത് പഠിക്കുമ്പോൾ 3 സംഭവങ്ങൾ നിരത്തുന്നുണ്ട്. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ മക്കളുടെ ചരിത്രം 1, 2 പാപം ചെയ്ത ദൂതന്മാരുടെ വിഷയം, 3 സോദോമിൽ ദൈവം ന്യായം വിധിച്ച വിഷയം. 3 തെളിവുകൾ നിരത്തുക. വിശ്വസിക്കാത്തവരെ നശിപ്പിച്ച വിഷയത്തോട് ബന്ധപ്പെട്ട് അവിടെ 3ന്റെ കണക്കാണ്. ഇനി ഒരു 3 വ്യക്തികളെ പരാമർശിക്കുന്നുണ്ട്. അത് 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11. അവർക്ക് അയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴി ഒന്ന് കയ്യിന്റെ വഴി നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ. പിന്നെ 3 കോരഹിന്റെ മത്സരം. 3 പേരെ അവിടെ പരാമർശിക്കുന്നു. 1 ആമൻ കയ്യീൻ, 2 ബിലയാം, 3 കോരക. ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കയ്യിന്റെ വഴി മറ്റൊന്നുമല്ല. ആമൻ സൽപ്രവർത്തി കൊണ്ട് രക്ഷ നേടാന്ന. സൽപ്രവർത്തി കൊണ്ട് രക്ഷ നേടാം. ഭൗതിക വസ്തുക്കൾ കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടും. അതിലെ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും നിലത്തിലെ അനുഭവത്തിൽ നിന്നാ. കാച്ചിലും ചേനയും അരിയും നെല്ലും പൊരിയും മലരും തേങ്ങാക്കൊലയും മുടുത്ത വെട്ടിയേമ്പും ഇതെല്ലാം കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടാം. നല്ലല്ല. ഒരു കുഞ്ഞാട് യാഗമായി അറക്കണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലെന്ന്. കയ്യിന്റെ വഴിയല്ല, ഭൗതികം കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടാന്ന്. കാശ് കൊടുത്ത് ഉറക്കത്തിൽ പോകാൻ നടക്കുകയല്ല. പിന്നെ ബിലയാമിന്റെ വഞ്ചന, ദുരുപദേശം, അതൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. പിന്നെ കോരകിന്റെ മത്സരം, അത് ശുശ്രൂഷ മത്സരം. വോട്ട് ഇലക്ഷനും നേരായ മാർഗത്തിലാണ്. കുഴപ്പമില്ല. ചെളിവാരി എറിഞ്ഞും കുതികാല് വെട്ടിയും അവനിട്ട് ടോർപ്പിട വെച്ചും ഫേസ്ബുക്കിലും കുന്തത്തിനകത്തും എല്ലാം എഴുതി അവനെ തകർത്തും നശിപ്പിച്ചും ഗുണ്ടകളെ ഇറക്കിയും പോലീസിന് കാശ് കൊടുത്തും മട്ടാഞ്ചേരിയിൽ നിന്നും പിന്നെ ഇവിടെ വേറെ സ്ഥലം മറന്നുപോയി, അവിടുന്ന് ഇവിടുന്നൊക്കെ ആളിനെ ഇറക്കി സ്ഥാനമാനം പിടിച്ചടക്കുന്ന കോരകന്റെ പണി. ദൈവം നിന്നെ ന്യായം വിധിക്കും. സ്തോത്രം. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ 3 കാര്യമായിട്ട് അത് പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിൽ വരികയില്ല. അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ. ഇനി ആ 18-ാം വാക്യം 19-ാം വാക്യം വെച്ചു. അവിടെ ഒരു 3 കാര്യം. 19. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. അവിടെ 3 കാര്യം പറഞ്ഞിരിക്കുക. ഭിന്നത ഉണ്ടാക്കുന്നവര്, പ്രാകൃതന്മാർ. അപ്പൊ ഈ 3 പ്രയോഗമുണ്ട് ഇതിനകത്ത്. ഇനി ഒടുവിൽ ഈ ലേഖനം നിർത്തുമ്പോൾ 3 പ്രത്യേക പദം പറഞ്ഞിട്ടുണ്ട്. 24, 25. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിന്നെ നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനും തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളം. 3 പദം. സർവകാലത്തിനും മുമ്പ്, ഇപ്പോഴും, സദാകാലം. അവിടെ 3. അപ്പോൾ ഈ ലേഖനം വളരെ ഈടുറ്റി ആഴമേറിയ ലേഖനമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകെ കൊണ്ട് കൊടുക്കാൻ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാം, നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. നിത്യത എന്ന പദം മറ്റ് ലേഖനത്തിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനം യൂദയുടെ ലേഖനമാണ്. ആ വായിച്ച വാക്യത്തിൽ നിന്ന് കേട്ടല്ലോ, സദാകാലത്തിന് മുമ്പ്, സർവകാലത്തിന് മുമ്പ്, അല്ലെങ്കിൽ സദാകാലത്തോളം. അപ്പം നിത്യത എന്ന പദം പറഞ്ഞു നിർത്തിയിരിക്കുന്ന ലേഖനമാണ് യൂദയുടെ ലേഖനം. ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിൽ കൊണ്ട് കൊടുക്കാൻ കാരണം നിത്യത എന്ന പദമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആ നിത്യത എന്തുവാന്ന് അല്പമെങ്കിലും വിസ്തരിച്ചിരിക്കുന്ന പുസ്തകം ആമൻ വെളിപ്പാട് പുസ്തകമാണ്. ഒരു കാര്യം പ്രത്യാശയ്ക്കായിട്ട് ഒതുക്കി പറയട്ടെ, ആമൻ നാം നിത്യതയിലെത്തണം. നിത്യതയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന, നിത്യതയ്ക്ക് തടസ്സം വരുത്തുന്ന, നിത്യതയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു കാര്യത്തിലും ഞാനും നിങ്ങൾ ഉൾപ്പെടരുത്, ഏർപ്പെടരുത്. അതിൽ നൊടിഞ്ഞു മാറി നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ലാക്ക് ആമൻ നിത്യതയിലെത്തുക എന്നുള്ളതാണ്. അതെ, ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ ലേഖനം വളരെ ആഴമേറിയ ഈടുറ്റ ലേഖനമാണ് യൂദയുടെ ലേഖനം. ഇനി ഈ രക്ഷ, പൊതുവിലുള്ള രക്ഷ എന്ന വിഷയം എഴുതാനാ തുനിഞ്ഞെങ്കിലും രക്ഷയെപ്പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിന് കണ്ണനം കൊടുക്കണം. അതാ ലേഖനകർത്താവ് ഉദ്ദേശിച്ചത്. 3-4 വാക്യം ഒന്നുകൂടെ വായിക്കാം. 3-4. പ്രിയരെ,
നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതുവാൻ നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഓടിച്ചു പറയട്ടെ, ഞാനും നിങ്ങളും പോരാടേണ്ടത് വിശ്വാസത്തിന് വേണ്ടി. ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം. ഇത് ആഴ്ച മാറ്റുന്ന ഉപദേശവും വിശ്വാസവും അല്ല. വെളിനാട്ടിലൊന്ന് പോയിച്ചു വരുമ്പോൾ മാറ്റുന്ന ഉപദേശം അല്ലിത്. അവിടെ എവിടെയും പോയി അന്തും ബിന്ദും എല്ലാം കണ്ടേച്ച് മാറ്റുന്ന ഉപദേശം അല്ലിത്. ഇത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസമാണ്. സ്തോത്രം. പണ്ട് ആകാശ ഉപദേശം ഒന്ന് മാറ്റി, പ്രമാണം ഒന്ന് മാറ്റി, എന്ത് പ്രയാസമുണ്ടായി. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചപ്പോൾ ആ കാര്യം അതുകൊണ്ട് പറഞ്ഞ് ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ. ആകാശന്റെ ഘടികാരം എന്നൊക്കെ യെശയ്യാ 38 പരാമർശമുണ്ട്. ഇവൻ തിക്കളത്ത് ബിലേസറിന് കപ്പം കൊടുത്തേച്ച് കാശുമെല്ലാം കൊണ്ട് കൊടുത്തു. തിക്കളത്ത് ബിലേസറിന് കപ്പമെല്ലാം കൊടുത്തു. അവിടെ തിക്കളത്ത് ബിലേസറിനെ കാണാനായിട്ട് ദമ്മേശക്ക് ചെന്നപ്പോൾ അവിടെ ഒരു വലിയ മുടുത്ത ബലിപീഠം. പുള്ളി അത് കണ്ടേച്ച് അതിൻ്റെ മാതൃകയിൽ ഒരെണ്ണം ഇവിടെ ഉണ്ടാക്കി. തൻ്റെ പാസ്റ്ററോട് പറഞ്ഞ്, എനിക്ക് വന്ന് ഊരിയ പാസ്റ്ററാന്നോ, ഊരിയ പുരോഹിതനോട് പറഞ്ഞു, ഞാൻ തിരിച്ചിവിടെ വരുമ്പോൾ ഇതുപോലൊരെണ്ണം പണിത് വെച്ചേക്കണമെന്ന്. ആ വാക്യം ഒന്ന് വായിച്ച്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 10:16 എനിക്ക് തെറ്റിയെന്ന് തോന്നുന്നു. രാജാക്കന്മാർ 2-ാം പുസ്തകം 10:16 ആണോ? ഒന്ന് നോക്കിക്കേ. അല്ല, 16-ന്റെ നീ എന്നോട് കൂടെ വന്ന് യഹോവയെ കുറിച്ച് 16:10 രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16:10. ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത്ത്-പിലേസറിനെ എതിരേൽപ്പാൻ ദമ്മേശക്കിൽ ചെന്നു. ദമ്മേശക്കിലെ ബലിപീഠം കണ്ടു. ദമ്മേശക്കിലെ ബലിപീഠം അവിടെ ഇവിടെ അതിവിധം കാണും. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ അതിവിധം കാണുമെന്ന്. അതൊന്നും ഇതിനകത്ത് കൊണ്ട് കയറ്റരുതെന്നാ പറഞ്ഞതിന്റെ ആശയം. ദമ്മേശക്കിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു. ആകാശ രാജാവ്. സ്തോത്രം. പുള്ളിയുടെ അപ്പനെ പറ്റിയൊക്കെ അറിയാമല്ലോ. സ്തോത്രം. യോധ, അയാൾ പള്ളി കയറാത്തവനായിരുന്നു. പുള്ളിയുടെ അപ്പനെ പറ്റി അറിയാമായിരുന്നു. പള്ളി വെച്ച് വഴക്കുണ്ടാക്കുന്നവനായിരുന്നു. ഉസിയാവ്, യോധ, ആകാശ്. ഈ ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ഉടച്ചവനാ. അത് പൂട്ടി. പള്ളി പൂട്ടിയവനാ. പള്ളി പൂട്ടിയെങ്കിലും പുള്ളി രമേശൊക്കെ ചെന്ന് ബലിപീഠം കണ്ടപ്പോൾ പുള്ളിക്ക് ഇളക്കം. ഈ ലോക്കൽ സഭയിൽ അടിയുണ്ടായിട്ട് വേറെ സ്ഥലത്ത് പോയി ആത്മാവിലാകുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. ലോക്കൽ സഭയിൽ മറ്റവന്റെ കൊങ്ങായ്ക്ക് പിടിച്ച് അവനെ തത്തിച്ചേച്ച് അപ്പുറേ പോയി മനസ്സിലാക്കാരിയാണോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? എടാ, ആദ്യം സാക്ഷ്യത്തോടെ ലോക്കൽ സഭയിൽ നിൽക്കണ്ടേ? വേണ്ടേ? ലോക്കലിൽ അടി ഉണ്ടാക്കി നീ സെൻട്രലോട്ട് പൊട്ടന്നെ എടുക്കാനാ? നീ അവിടെ ചെന്നാലും അവിടെ മുടിഞ്ഞു പോകുകയുള്ളൂ. ആദ്യം നിൽക്കുന്നിടത്ത് മാതൃകയോടെ നിൽക്കണ്ടേ? മിണ്ടുന്നില്ലല്ലോ. ഇനി എന്നെ മിണ്ടാനാ? സ്തോത്രം. ഇവനോട് പള്ളി പൂട്ടിയവനാ. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? പള്ളി പൂട്ടിയെന്നാന്നല്ലോ 28-24 പാസ്റ്ററെ. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28-24 ഒന്ന് വായിച്ചേ. അവിടെ അല്ലേ പള്ളി പൂട്ടിയെന്ന്? ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 28-24 വായിച്ചേ. അത് തന്നെ. ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ച് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. പള്ളി പൂട്ടിയവനാ. ലോക്കൽ സഭയെ കേസ് നടത്തി. ലോക്കൽ സഭയിലെ പാസ്റ്റർക്കെതിരെ കേസ് കൊടുത്ത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ലോക്കൽ സഭയിൽ അടിയുണ്ടാക്കി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ വിളിക്കേണ്ട ഒരു കാര്യവും ഇന്ന് തന്നെ വിളിച്ചെങ്കിലേ ഒക്കുള്ളൂ. ലോക്കലിൽ അടിയുണ്ടാക്കി നീ സെൻട്രിൽ പോയി എന്നാ മറുഭാഷ പറയാനാ? ദൈവത്തിന് മഹത്വം. ഇവിടെ നിരപ്പാകണ്ടേ? ആദ്യം ഇവിടെ നിരപ്പാകണ്ടേ? ഇവിടെ ക്ഷമ പറയണ്ടേ? ഇവിടെ കൈ കൊടുക്കണ്ടേ? സ്തോത്രം. അവന്റെ ഭാഗത്തായിരിക്കും തെറ്റ്. നീ ദൈവപൈതലാണെങ്കിൽ നീ ആദ്യം ചെന്ന് ക്ഷമ പറയണം. അതാ വേറെ പുസ്തകത്തിന്റെ പ്രമാണം. ചില ആൾക്കാർ പതിവില്ലാതെ ചില സഭയിൽ ചെല്ലി നമ്മളൊക്കെ വന്നേ ഉള്ളൂ. അവിടെ കുരുക്കൊപ്പിച്ചായി വന്നേ. നമ്മുടെ വിഷയമല്ല. വിട്ടാക്കാൻ എന്തിനാ ആലോചന ഉണ്ടാക്കുന്നത്? ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ ഉടച്ച് പള്ളി പൂട്ടിയവനാ.
പക്ഷെ ഇവൻ ദമ്മേശക്ക് ചെന്ന് തിക്ലത്ത്പിലേസറിനെ കാണാൻ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ട്. അത് കണ്ടപ്പോൾ പുള്ളിക്ക് അളക്കാം. വായിച്ചോ, ഇനി വായിച്ചോ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10 മുതൽ പോട്ടെ. ആഹാസ് രാജാവ് അശൂർ രാജാവായ തിഗ്ലത്ത്-പിലേസറിന്റെ എതിരേൽപ്പാൻ ദമ്മേശക്കിലെ ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടിയുള്ള മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു. ചുരുക്കി പറഞ്ഞാൽ ദമ്മേശക്ക് ചെന്ന് അവിടുത്തെ ദമ്മേശക്കുകാരുടെ ബലിപീഠം എല്ലാം കണക്കാണ്. പുള്ളിക്കിളക്കം. പുള്ളിയുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ, ഇപ്പോഴത്തെ രീതി വെച്ചാ വാട്സപ്പിൽ ഇവരുടെ പാസ്റ്റർക്ക് അയച്ചു. ഊരിയ പാസ്റ്ററെ ഞാനിപ്പോൾ ദമ്മേശക്കിൽ ഉണ്ട്. ലൈവിൽ കണ്ടിട്ടില്ലേ? ഇതാണ് ഇവിടുത്തെ യാഗപീഠം. ഉടനെ പാസ്റ്റർ വണ്ടർഫുൾ. ഒരു ഇംഗ്ലീഷ് തെറ്റിയോ? ഉടനെ പുള്ളി പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പം ഇതുപോലൊരെണ്ണം അവിടെ പണിതേക്കണമെന്ന്. നമ്മുടെ അവിടെ ഉരിയ പുരാതനം പറഞ്ഞു, നമുക്ക് പ്രമാണമില്ല. നമ്മൾക്കൊക്കെയുള്ള പ്രമാണം എന്നാണെന്നറിയാമോ? നമ്മുടെ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയെ ദൈവം തമ്പുരാൻ പർവ്വതത്തിന്റെ മുകളിലോട്ട് വിളിച്ചു കയറ്റി മാതൃക അവിടെ കാണിച്ചു കൊടുത്തു. ആ മാതൃക പോലെ പണിത യാഗപീഠമാണ് നമുക്കുള്ളത്. മറ്റൊരുത്തന്റെ യാഗപീഠത്തിന്റെ മാതൃക ഇതിനകത്ത് കയറ്റാൻ നമുക്ക് വ്യവസ്ഥയില്ല. പിന്നെ കാശും ആൾബലവും പൊളിറ്റിക്കൽ ബലവും സാമുദായിക ബലവും ചില കാശുമൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഞാൻ വരുന്നതിന് മുന്നേ പാസ്റ്റർ പണിതില്ലേ, പാസ്റ്റർ ഈ വർഷവും കൂടെ ഇരുത്തോള്, ഇല്ലെങ്കിൽ അന്നേരം തന്നെ പാസ്റ്റർ ഓർത്ത് ദൈവമേ അച്ചായൻ പറയുന്നത് അനുസരിച്ചേക്കാം, ഇല്ലെങ്കിൽ പാസ്റ്ററുടെ ഭാര്യയും പറയും നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ പണിത് വെക്കുക, നിങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്ക്, നിങ്ങൾ ഇവനെ എല്ലാം നന്നാക്കാൻ പോയാൽ ഞാനും കൊച്ചുങ്ങളും പരിപാടി പറഞ്ഞു കൊടുത്തിട്ടില്ലേ? പറ അച്ഛൻ ഇന്നത്തെ ഏനക്കേടാ, നിങ്ങൾ ഞങ്ങളെ അങ്ങ് നന്നാക്കിയാൽ മതി, ഇവനെ എല്ലാം നന്നാക്കാൻ പോയാ. ചുരുക്കി പറഞ്ഞാൽ ജാതികളുടെ മര്യാദ പോലെ ഇവിടെ കൊണ്ട് പണിതെന്ന്. അതാ ഞാൻ പറഞ്ഞ വിഷയം അധികം വിവരിക്കുന്നില്ല. മറ്റുള്ളതൊന്നും ഇതിനകത്ത് കൊണ്ട് ചെലുത്തരുത്. നമുക്കൊരു പ്രമാണം ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്, ഇതിനയവൊന്നും വരുത്തരുത്. ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസ പ്രമാണം ഒരിക്കലായി തന്നതാ. ആഴ്ചയിലോ മാസത്തിലോ ആണ്ടിൽ മാറ്റുന്നതല്ല, ഇതെന്നേക്കും സ്ഥിരമായ പ്രമാണം. അപ്പൊ ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതിനായി ലേഖനം എഴുതിയത്. ഇനി ഞാൻ എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം, ഇല്ലെങ്കിൽ ഒക്കത്തില്ല. മറ്റു കാര്യത്തിലോട്ടൊന്നും പോകുന്നില്ല. വായിച്ച കുറുവാക്യം വായിച്ചോ, 14-15 പെട്ടെന്ന്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വായിക്കാൻ നേരമില്ല. ദൈവദാസൻ നന്നായി വായിച്ചു തരുന്നു, നന്ദിയുണ്ട്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്. അതല്ല ഏഴാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം നിങ്ങൾക്കറിയാം. ഏഴാമനായ ഹാനോക്ക്. കാരണം ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. അതിനങ്ങനെ പറയുന്നത് എന്തേലും ഒന്ന് പറയണ്ടെന്ന് അങ്ങനെ ഇന്നോട്ടെന്നായിരിക്കും. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. അതിനങ്ങനെ പറഞ്ഞേ മുന്നേറ്റത്തിനുണ്ട്. അപ്പൊ ഏഴാമനായ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം ഹാനോക്ക് ഒന്നല്ല. എത്ര ഹാനോക്കുണ്ട്? യേശാസ് എത്രയാ പറഞ്ഞേ? 2. യേശാൻസിന് 2 ഇരിപ്പുണ്ട്. അരിയുടെ എത്ര എണ്ണം ഉണ്ട്? എത്ര ഹാനോക്ക് ഉണ്ടെന്ന്? ഏഴാമനായ ഹാനോക്ക്. PIP അംഗങ്ങൾ പറ. അവരുടെയും കൂടെ അവര് കനിഞ്ഞതും കൊണ്ടും കൂടെ ആണല്ലോ എന്നെ ഇങ്ങോട്ട്. ഹാനോക്ക്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അതറിയായിരുന്ന തന്നെ വിളിക്കുമായിരുന്നു. അത് പറയാനില്ലോ, തന്നെ വിളിച്ചേ. നിങ്ങൾ പറയുന്നില്ലെങ്കിലും മുഖം കാണുമ്പോൾ എനിക്കറിയാം. അപ്പൊ ഏഴാമനായ ഹാനോക്ക്. ഈ ഏഴാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം യേശുദാസ് 2 പേരുടെ പേര് 2 ഹാനോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. എത്രയുണ്ട്?
ഈ വേദപുസ്തകം പഠിച്ചാൽ, ഞാൻ വേദപുസ്തകമൊക്കെ ധ്യാനിച്ചപ്പോൾ ഒന്നിൽ കൂടുതൽ ഹാനോക്കുണ്ട്. ഒന്നാമത്തെ ഹാനോക്ക് ഇപ്പം വായിച്ച യൂദകളുടെ ലേഖനത്തിൽ ഏഴാമൻ ഹാനോക്ക്. ഏഴാമൻ എന്ന് പറയാൻ കാര്യം ആദാം മുതൽ എണ്ണിയാൽ ഏഴാം തലമുറക്കാരൻ ഹാനോക്ക്. ആദാം, ഷേത്ത്, ഏനോഷ്, കേനാൻ, മഹലലേൽ, യാരദ്, ഹാനോക്ക്, പിന്നെ മധൂശലേക്ക്, ലാമക്ക്, നോഹ, അങ്ങനെ ആ തലമുറ ഏഴാമൻ ഹാനോക്ക്. എന്നാൽ വേറൊരു ഹാനോക്കുണ്ട്. അങ്ങനെ ഞാൻ പറയുന്ന മൂന്നാമൻ ഹാനോക്ക. 4:16 വായിച്ചോ. ഉൽപ്പത്തി 4:16. അണ്ട് ഇടതുവശത്തെ കണ്ണിക തുടങ്ങുന്നിടത്ത് വായിച്ചോ 4:16. അങ്ങനെ കയ്യിൽ യഹോവയുടെ തന്നെ വിട്ടുപുറപ്പെട്ട് ഏതൊരു കിഴക്കിൽ ഓടുദേശത്ത് എന്ന് പാർത്ത് കയ്യും തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചെന്ന അർത്ഥം. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അതിനാ പുള്ളിയോട് താല്പര്യമില്ല ഉറക്ക വായിക്കത് ഹാനോക്ക് എന്നുള്ളത്. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. ആ ഹാനോക്കിനോട് വലിയ താല്പര്യമില്ല. ആയിക്കോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ആ കയീന്റെ ഭാര്യ ഗർഭവതിയായി ഒരു മകനെ പ്രസവിച്ചു. അവന്റെ പേര് ഹാനോക്ക്. അത് ആദാം, കയീൻ, ഹാനോക്ക് മൂന്നാമൻ. അതുകൊണ്ടാ പറ ഏഴാമൻ എന്ന് കൊടുത്തേക്കുന്നത്. യേശാസ് 2 പറഞ്ഞ ഒന്നുകൂടെ തരാം, വെറുതെ ഇരിക്കല്ലയോ. വേറൊരു ഹാനോക്ക് നിങ്ങൾക്കറിയാം. വേദപുസ്തകം ഗോത്രപിതാവാകുന്ന യാക്കോബ്, അബ്രഹാമിനെ പറ്റി ഒരു പരാമർശമുണ്ട് ഗോത്രപിതാവെന്ന്, അതവിടെ നിൽക്കട്ടെ. ഈ ഗോത്രപിതാവാകുന്ന യാക്കോബിന് കലാപൂലി പോലെ 12 ആൺപിള്ളേര്. അതിൽ മൂത്തവൻ രൂബേൻ, ലേയായി കൂടി ജനിച്ച ആദ്യത്തെ കുട്ടി. ആ രൂബേന്റെ മക്കളിൽ മൂത്തവൻ ഹാനോക്ക. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ആദ്യം വായിക്ക്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം പെട്ടെന്ന്. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. ഇസ്രായേലിന്റെ ആദ്യജാതനാകുന്ന രൂബേന്റെ പുത്രന്മാർ. അവനാണല്ലോ ആദ്യജാതൻ. പിന്നെ അവൻ തന്റെ അപ്പന്റെ കിടക്കെ അശുദ്ധമാക്കിയെന്നൊക്കെ വാക്യമുണ്ട്. ഇവനൊരു മകൻ ജനിച്ചു. 3-ാം വാക്യം 3. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അടുത്തത് ഹാനോക്ക്. അപ്പൊ ഒരു ഹാനോക്ക് കൂടെ വന്നു. അപ്പോൾ ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മൂത്ത മകനാകുന്ന രൂബേന്റെ ആദ്യത്തെ മകൻ, അവന്റെ പേരും ഹാനോക്ക്. 3 പോരെ? ഒന്നുകൂടെ തരാം, ഒന്നുകൂടി ഇരിക്കട്ടെ. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന ഈ അബ്രഹാമിന്റെ ആദ്യത്തെ മകൻ ഇശ്മായേല്. വാഗ്ദത്ത സന്തതി രണ്ടാമത്തേതാണേലും വാഗ്ദത്ത സന്തതിയ ഇസഹാക്ക്. ഇശ്മായേലേക്ക് ഹാഗറിൽ കൂടി ജനിച്ചു. ഇസഹാക്ക് സാറായിൽ കൂടി ജനിച്ചു. എന്നാൽ അബ്രഹാമിന് വേറൊരു ഭാര്യ, പഴയ നിയമ പ്രമാണമാ, കെതൂറായിക്ക് 5 പിള്ളേരുണ്ടായിരുന്നു. അതിൽ 4-ാമത്തവൻ മിദ്യാൻ. 5 പിള്ളേരുണ്ടായിരുന്നു. അതിൽ 3-ാമത്തവൻ ഒരു ഹാനോക്ക്. വായിര് ഉൽപ്പത്തി 25:1 പെട്ടെന്ന്. ഉൽപ്പത്തി 25:1 പെട്ടെന്ന് വായിച്ചു. അബ്രഹാം വേറൊരു ഭാര്യയെ അപ്പോൾ അബ്രഹാമിന്റെ വേറൊരു ഭാര്യയാണ് കെതൂറ എന്ന പേര്. സിമ്രാൻ, മെദാൻ, മിദ്യാൻ, എന്നിവരെ പ്രസവിച്ചു. അപ്പോൾ അവിടെ 4-ാമത്തെ ചെറുക്കനാണ് മിദ്യാൻ. വായിച്ചെന്നേ ഉള്ളു, എണ്ണിയില്ല. 4-ാമത്തവൻ മിദ്യാൻ. ഈ മിദ്യാൻ 5 പിള്ളേരിൽ 3-ാമത്തവൻ ഹാനോക്ക്. അതിന്റെ 4-ാം വാക്യം വായിച്ചേ. മിദ്യാന്റെ പുത്രന്മാർ ഹാനോക്ക്. അപ്പൊ കണ്ടോ, മിദ്യാന്റെ പുത്രന്മാർ, 3-ാമത്തവൻ ഹാനോക്ക്. ഇപ്പൊ എത്ര ഹാനോക്കായി? ഈ ക്യാമ്പിന് 4 പോരെ? വേണോ ഒന്നുകൂടെ തരാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് നമ്മുടെ വിഷയമല്ല. ഹാനോക്ക് പലതുണ്ട് വേറെ പുസ്തകത്തിൽ. അത് തെറ്റിദ്ധരിക്കാതിരിക്കാനാ യൂദാ പറഞ്ഞിരിക്കുന്നത് ഏഴാമനായ ഹാനോക്ക്, 7-ാം തലമുറക്കാരൻ ഹാനോക്ക്. ആ ഹാനോക്ക് പ്രവചിച്ചുവെന്ന് യൂദാ ലേഖനത്തിൽ പറഞ്ഞിരിക്കുക. എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത്? എന്താ പ്രവചനത്തിന്റെ പ്രധാന വിഷയം? എന്താ? എല്ലാം വിസ്തരിച്ചു പോകാൻ സമയം എടുക്കുന്നില്ല. നിങ്ങൾക്കും പോകണം, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സമയം എടുക്കും. ഞാൻ ഇച്ചിരി സമയം കൂടുതലെടുത്താൽ ആരും അങ്ങനെ എതിര് പറയത്തില്ലെങ്കിലും ചിലർ ആകും. ചിലർ പറയാം അയാളുടെ തൊഴിൽ അതാന്ന് പറയും. അപ്പം അതുകൊണ്ട് അതിന് മുതിരുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം. ഓടിച്ച് ചില കാര്യം പറയാം. ഏഴാമനായ ഹാനോക്ക്, ഈ ഹാനോക്ക് പ്രവചിച്ചുവെന്ന് യൂദാ എഴുതിയിരിക്കുന്നു. അപ്പോൾ ആലമന് 2 വംശത്തിനാ തലമുറ. ഇവിടെ 7-ാമൻ ഹാനോക്കിന്റെ കാലത്ത് തന്നെ അപ്പുറം ഒരു 7-ാമൻ ലാമേക്കുണ്ട്.
അത് കയീന്റെ സന്തതികളാ. വായിച്ചേ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ ഓടിച്ചു വായിക്കാൻ മുമ്പേ വായിച്ചതാ. അങ്ങനെ കയീനെ കോവയുടെ സന്നിധി വിട്ടുപുറപ്പെട്ട് ഏതിന് കിഴക്ക് നോർദേശത്ത് എന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യമായിട്ട് ജീവിതം ആരംഭിച്ചു, മകനെ പ്രസവിച്ചു. ഹാനോക്കിന്റെ മകൻ ജനിച്ചു ഈരാദ്. വായിച്ചേ. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് അത് വായിക്കേണ്ടത് ഈരാദിന്റെ മുതൽ ഇങ്ങോട്ട് വായിക്കുക, സമയം പോകുന്നു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. ഒന്നുകൂടെ വായിച്ചേ. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഥുശയേലിനെ ജനിപ്പിച്ചു. ലാമെക്കിനെ ജനിപ്പിച്ചു. അപ്പോൾ ഏഴെണ്ണമായി. ആദാ, കയീൻ, ഹാനോക്ക്, ഈരാദ്, മെഥൂശയേൽ, ലാമെക്ക്, ഏഴാമൻ. ഇനി ആദമിന് ശേത്തിൽ കൂടെ ജനിച്ച ഏഴാമനാണ് ഈ നമ്മുടെ വായിച്ചതിലെ ഹാനോക്ക്. അത് 5-ാം അധ്യായത്തിന്റെ മുകളിൽ ചെറിയൊരു കണ്ണികയുണ്ടല്ലോ. 4-ന്റെ ഒടുവിൽ ആദാം തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന. അപ്പൊ ഇത് നല്ല തലമുറയാ, ഗുണപ്പെട്ട തലമുറ. എല്ലാം വ്യാഖ്യാനം. അപ്പോൾ അത് ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലേൽ, യാരദ്, ഹാനോക്ക്, ഏഴാമൻ. മറ്റേ തലമുറ ഗുണം പിടിക്കാത്തതാ, കയ്യിൻ്റെതാ. കാരണം യോഹന്നാന്റെ 1-ാം ലേഖനം 3:12 കയ്യൻ ദുഷ്ടനിൽ നിന്ന് അപ്പൊ ഗുണമല്ലാത്ത ഏഴാമൻ ലാമെക്കും. അപ്പോൾ ഏഴാമൻ ലാമെക്കും ഇപ്പറ ഏഴാമൻ ഹാനോക്ക്. ഈ ഏഴാമനാകുന്ന ഹാനോക്ക് പ്രവചിച്ചു എന്നാണ് യൂദാ തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുവാണ് ഹാനോക്ക് പ്രവചിച്ചത്? എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല, ഒറ്റ വാക്കി പറയാ. ഹാനോക്കിനെ പറ്റി പറയുന്നത്, 1 ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്, 2 ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്ക്, 3 മരണം കാണാത്ത ഹാനോക്ക്, 4 എടുക്കപ്പെട്ട ഹാനോക്ക്, 5 ആമൻ സ്വന്തം വിശ്വാസമുള്ള ഹാനോക്ക്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഈ ഹാനോക്കിന്റെ ഒരു പ്രത്യേകത, ഇവൻ പ്രവചിച്ചതെന്താ? തനിക്ക് 65-ാമത്തെ വയസ്സിൽ ഒരു മകൻ ജനിച്ചു. അവന്റെ പേര് മെഥൂശാലേഖ്. ഈ മെഥൂശാലേഖ് എന്ന വാക്കിന് ഒരർത്ഥം ഇവന്റെ കാലത്തിന് ശേഷം അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, പഠിതാക്കൾ പറയുന്നത് അവൻ നോഹയുടെ കാലത്ത് വരാൻ പോകുന്ന ജലപ്രളയം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. വരാൻ പോകുന്ന ജലപ്രളയം കണ്ടു. ആ സമയത്ത് ആ മെഥൂശാലേഖ് ജനിക്കുന്നത്. അപ്പോൾ പേരിട്ടത് മെഥൂശാലേഖ് എന്ന് പറഞ്ഞാൽ ഇവന്റെ കാലത്തിന് ശേഷമായിരിക്കും ആ വെള്ളപ്പൊക്കം സംഭവം നടക്കുന്നത്. ഹാനോക്കിന്റെ ചിന്ത, ആ വെള്ളപ്പൊക്കത്തിൽ ഞാനും എൻ്റെ സന്തതിയും പെട്ടുപോകരുത്. 2 യൂദാ പറയുക, 1000 വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് വരുന്നുവെന്ന കാര്യം ഹാനോക്ക് ആത്മാവിൽ കണ്ടു. എൻ്റെ ഭാഷ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ പ്രത്യക്ഷതയെ പോലും ആരും കാണാതിരിക്കുന്ന കാലത്ത് ഹാനോക്ക് ക്രിസ്തുവേശുവിൻ്റെ 2-ാം വരവിൻ്റെ 2-ാം ഘട്ടം ആത്മാവിൽ കണ്ടു. ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, മറ്റു കാര്യങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ഞാൻ നിങ്ങളും കാണേണ്ട ഒരേ ഒരു വ്യക്തി, അറിയേണ്ട ഒരേ ഒരു വ്യക്തി, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ 1-ാമത്തെ വരവിനെ പറ്റി പോലും ആരും അറിയാതെയും പറയാതിരുന്ന കാലത്ത് ഹാനോക്ക് ക്രിസ്തുവേശുവിന്റെ 2-ാം വരവിന്റെ 2-ാം ഘട്ടം ആത്മാവിൽ ദർശിച്ചു. ഈ ഹാനോക്കിനെ പറ്റി പഠിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം. ഹാനോക്കിന് മുൻപും പിൻപും ആയുസ് ഒത്തിരി ഉണ്ടായിരുന്നു. തൻ്റെ അപ്പന് നല്ല ആയുസായിരുന്നു, മകന് നല്ല ആയുസാ. ഹാനോക്കിന്റെ മകൻ എത്ര വയസ്സായിരുന്നു? 960 വിടുക്കൻ. ഹാനോക്കിന്റെ അപ്പൻ എത്ര വയസ്സുണ്ടായിരുന്നടേ? ഹാനോക്കിന്റെ പിതാവിന് എത്ര വയസ്സുണ്ടായിരുന്നെന്ന്? ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കരുത്. 982 62 62 തെറ്റിയോ? അപ്പൊ ഹാനോക്കിന്റെ പിതാവിന് 962, തന്റെ മകന് 969. പക്ഷെ ഹാനോക്കിനോ 365. അതെന്നാ നമ്മൾ പറയത്തില്ല, അയ്യോ ആ ചെറുക്കൻ ചെറുപ്പത്തിലേ അങ്ങ് പോയി,
അവൻ്റെ അപ്പനും നല്ല പ്രായത്തിലിരുന്നു, അവൻ്റെ മകനും നല്ല, ആ കുടുംബത്തിലുള്ളവർക്കെല്ലാം പ്രായം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൊച്ചൻ മാത്രം ഇത്ര ചെറുപ്പത്തിൽ. അല്ല, ചില ചിന്തകളുണ്ട് ചിലർക്ക്. അതിനൊരു മറുപടി എന്ന നിലയിൽ വചനത്തിൽ നിന്ന് പറയാം. നമുക്കും ആ ചിന്തയുണ്ടല്ലോ. 365 ദിവസം ഞാനും നിങ്ങളും ആ കാലത്തുണ്ടായിരുന്നേ. നമ്മൾ പറയും, അയ്യോ ഹാനോക്ക് കുറച്ച് നാളുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നല്ലൊരു ചെറുക്കനാ, മറ്റുള്ള പിള്ളേരെ പോലല്ല. 300 കൊല്ലം ദൈവത്തോടു കൂടെ നടന്നൊരു മര്യാദക്കാരൻ കൊച്ചനാ. മര്യാദ കത്തവന്മാർ ഒത്തിരി ഉണ്ട്, പക്ഷേ ഈ മര്യാദക്കാരൻ അങ്ങ് പോയല്ലോ. സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒന്നുകൂടെ പറയാം. പെരയ്ക്ക് ഒരുത്തൻ തീ വെച്ചപ്പോൾ ചോദിച്ചു, അയ്യോ എൻ്റെ ദൈവമേ പെരയ്ക്ക് വീട്ടിൽ മര്യാദക്കാരനവനാന്ന് പറഞ്ഞു. ഉള്ളതിൽ ഒരു ചൊവ്വുള്ളത് അവനാ പെരയ്ക്ക് തീ വെച്ചേക്കുന്നത്. അപ്പം ഈ ഹാനോക്ക് അപ്പൻ 962 കൊല്ലം ജീവിച്ചു, തൻ്റെ മകൻ 969 കൊല്ലം ജീവിച്ചു. പക്ഷേ ഹാനോക്ക് കുറച്ച് നാളെ ജീവിച്ചുള്ളൂ. അതെന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം, അന്നേരം സമയമാകും, അതിനെ ഒക്കുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം. ഹാനോക്ക് കുറഞ്ഞ കാലമേ ജീവിച്ചുള്ളൂ, പക്ഷെ ആ ജീവിച്ചിടത്തോളം കാലം കൂടുതലും ദൈവത്തോട് കൂടെ 300 കൊല്ലം നടന്നു. ഹാനോക്ക് പ്രവചിച്ചെന്നാ യൂദ എഴുതിയിരിക്കുന്നത്. എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത്? ഹാനോക്ക് പ്രവചിച്ചത്, നിന്നെ അമേരിക്ക വിടുവെന്നും, നീ 3 നില വീട് പണിത് മണ്ടയിൽ നിന്ന് ഉലാത്തുവെന്നും, നിനക്ക് ഇമ്പാല കാറ് കിട്ടുമെന്നും, സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ മേടിക്കുമെന്നും, നീ BMW നിന്റെ വെമ്പളയായിട്ട് ഇങ്ങനെ കൊട്ടാരൊക്കെ കിഴക്കേത്തെരുവിൽ കൂടെ പറപ്പിക്കുന്നത് ആത്മാവ്. കുഞ്ഞന്നാമ്മേ, അതൊന്നും അല്ല പ്രവചിച്ചത്. സ്തോത്രം. അമ്മാമ്മ ന്യൂസിലൻഡ് ഇങ്ങനെ കറങ്ങുന്നതായിട്ട്. ഇന്നത്തെ പ്രവചനമെല്ലാം അങ്ങനെയാണല്ലോ. കൂടുതലും ഭൗതികത്തെ ഊന്നൽ കൊടുത്തല്ലേ പ്രവചിക്കുന്നേ. സ്തോത്രം. നിങ്ങൾ പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ച ഇച്ചിരി കനവുള്ളവനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചില പ്രൊജക്റ്റുകൾ ഇവൻ നിന്ന് ചുമ്മാ ഇങ്ങനെ ഞെട്ടുക, വന്നവനും ഞെട്ടുക, കണ്ടിരിക്കുന്ന നമ്മൾ നേരത്തെ ഞെട്ടിയിരിക്കുക ഇതെല്ലാം കണ്ട് അല്ലേ മകനെ. ഇപ്പോഴത്തെ ചില വിദ്വാന്മാരെ കണ്ടില്ലേ, പ്രൈസ് ദി ലോർഡ്, പിന്നെ ഇവര് മിണ്ടുകയല്ല. ഈ പാവം പിടിച്ച സഹോദരിമാർ അത് കണ്ട ഉടനെ ഇവന് നെഞ്ചു വലങ്ങിയതാന്നോ ശ്വാസം മുട്ടിയതാന്നോ എന്നതാണെന്ന് അറിയാം. അതുങ്ങളുടെ പിന്നെ അങ്ങ് അന്തരീക്ഷമല്ലേ. അപ്പൊ ഈ ഓർഗൻ വായിക്കുന്ന ഇവിടെ യേശാസ് ചെയ്യുന്നില്ല, ഉടനെ പിള്ളേർ അനക്കി കൊടുക്കും. നിങ്ങൾ കണ്ടിട്ട് ഇതെല്ലാം ട്രിക്കാന്ന്. ഇതൊന്നും ആത്മാവല്ല, ഇതൊന്നും ദൈവാത്മാവും അല്ല. അതാണ് പറഞ്ഞത്, അങ്ങേ നീ കിടന്ന് തുള്ളരുത്. ഇതൊക്കെ ഇവന്റെ ഓരോ കോഴ്സുകളാ. ഏനാടാ ഉമ്മ. ഹാനോക്ക് പ്രവചിച്ചത് നിനക്ക് വണ്ടി കിട്ടുന്ന കാര്യവും വീട് വെക്കുന്ന കാര്യവും അമേരിക്ക പോകുന്ന കാര്യം പോകരുതെന്നല്ല, പേർഷ്യ പോകുന്ന കാര്യവും ഭൗതികമുണ്ടാക്കുന്ന കാര്യവും വസ്തു മേടിക്കുന്ന കാര്യവും അല്ല പ്രവചിച്ചത്. എന്തുവാ പ്രവചിച്ചത്? ഭക്തി കെട്ട് നടക്കുന്നവർക്കെതിരെ പ്രവചിച്ചു. സ്തോത്രം. പ്രമാണം വിട്ട് ഭക്തി കെട്ട് ഉപദേശം തെറ്റി വേർപാടിന്റെ ഉപദേശത്തെ താളടിയാക്കി പ്രമാണം വിട്ട് വഴിവിട്ട് ക്രമം കെട്ട് നടക്കുന്നവർക്കെതിരെ ഹാനോക്ക് ശക്തമായി പ്രവചിച്ചു. അതാ പ്രവചിച്ചത്, അല്ലാതെ വണ്ടിയും വീടും മറ്റും കാടും കിട്ടുന്ന കാര്യമല്ല. സ്തോത്രം. ഭക്തി കെട്ട് നടക്കുന്ന ആ വ്യക്തി അതിലെ വായിച്ച് ആ 14 ഒന്നുകൂടെ വായിച്ച 14 മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ചാ. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും ഇവനെയെല്ലാം ദൈവം വിധിക്കും. അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും അയ്യോടി ആരാധനയ്ക്ക് വന്ന ഭക്തി ഉണ്ടോ? സഭായത്തിന് വരുമ്പോ മൊബൈലിൽ കളിച്ചിരിക്കുകയല്ലേ. ആരാധന നടക്കുമ്പോൾ നീ മൊബൈലിൽ പണിയുക, നിന്റെ അടിച്ചില്ല ദൈവം അടിച്ചു കളക്കും. എടാ, ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ നീ കുന്തളങ്ങ് മാറ്റി വെക്കാൻ നിന്റെ വല പോകുമോ? ആകെ 3 മണിക്കൂറല്ലേ ഉള്ളൂ. 3 മണിക്കൂർ ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോഴും നീ മൊബൈൽ. അയ്യോ, എനിക്ക് ഒത്തിരി പേരെ അറിയാം, ഇവിടെ ഇരുന്നോണ്ട് മെസ്സേജ് വിടുക. നിന്റെ ഭക്തി കെട്ട് നടക്കുക. അന്ന് ആരാധനയ്ക്ക് വന്ന ഭക്തിയില്ല, ദൈവത്തെ ഭയമില്ല. സങ്കീർത്തനകാരൻ പറഞ്ഞത്, നിങ്ങളുള്ള ഭക്തിയോട് ഞാൻ നിന്നെ ആരാധിക്കും.
ദൈവത്തെ ആരാധിക്കുന്ന ഭക്തിയോട്, ഭയത്തോട്, പരമാർത്ഥതയോട്, വിശുദ്ധിയോട്, വേർപാടോടും വേണം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഇപ്പൊ തന്നെ ചിലർക്ക് തന്നെ കൈ കിട്ടുക മിക്സിക്കകത്ത് അടിച്ചിട്ട് ജ്യൂസ് ആക്കി കുടിക്കാൻ. നീ ചോദിക്കുക ഇയാളെ ആരാ വിളിച്ചെന്ന്. ഒരു ഭക്തിയില്ല. ആരാധനയ്ക്ക് വന്നാൽ ഭക്തിയില്ലല്ലോ. ആരാധനയ്ക്ക് വരുമ്പോഴല്ലേ വേറെ സൈഡ് ബിസിനസ്. എല്ലാവരും കൈയടിക്കുമ്പോൾ കൈയടിക്കത്തില്ലല്ലോ, പാടുമ്പോൾ പാടുകയല്ലോ. ആരാധിക്കുമ്പോൾ ഇപ്പൊ ചില വിവാഹ ശുശ്രൂഷ ചെന്നാൽ പ്രൈസ് ആൻഡ് വർഷിപ്പ്, കല്യാണം നടത്താനല്ലേ വന്നെ, ആരാധിക്കാനാണോ? ഈ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ഇപ്പോൾ കല്യാണത്തിന് ആരാധനയ്ക്കാണോ വന്നേ? എടാ, വിവാഹ ശുശ്രൂഷയ്ക്കും ശവസംസ്കാരത്തിനൊക്കെ പല നിലയിലുള്ള ആൾക്കാർ വരും. കുറ്റമല്ല, ചില പ്രത്യേക അന്തരീക്ഷത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാനതിനെതിരല്ല. ഇതിപ്പോൾ അതൊരു എന്തുവാ അതിന് പറയാന്നേ, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. എന്തോ ഫാഷൻ അല്ല, വേറൊരു പദമുണ്ട്. എന്തുവാ? ട്രെൻഡ്. ട്രെൻഡ് ഇരിക്കട്ടെ. ഈ കല്യാണത്തിന് ആരാധിക്കുന്ന ഒറ്റ ഒരുത്തൻ സഭായത്തിന് വന്ന് ആരാധിക്കത്തുമില്ല. അവിടെ കിടന്നാണ് ആരാധിക്കുന്നത്. കല്യാണത്തിന് വരുന്ന പല ആൾക്കാർ സഭായത്തിന് ഇരിക്കത്തില്ലല്ലോ, പിന്നല്ലേ ആരാധിക്കുന്നേ. ആട്ടെ, എൻ്റെ വിഷയമല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഭക്തി കെട്ട കാര്യങ്ങൾക്കെതിരെ ഹാനോക്ക് ശക്തമായി പ്രവചിച്ചു. അല്ലാതെ വണ്ടിയും വീടും വസ്തുവും കാറും ലോറിയും കിട്ടുന്നതല്ല പ്രവചിച്ചത്. ഭക്തി കെട്ട് നടക്കുന്നവർ, ഭക്തി കെട്ട പാപികൾ, അവൻ ക്രമം കെട്ടവർ, വഴിവിട്ടവർ, പ്രമാണം വിട്ടവർക്കെതിരെ ശക്തമായി ഹാനോക്ക് പ്രവചിച്ചു. അത് പ്രവചിച്ചപ്പം ഹാനോക്കിനെ 300 കൊല്ലം നടന്നു. 65-ാമത്തെ വയസ്സിൽ ചെറുക്കനുണ്ടായി. അപ്പന് 962 വർഷവും മകന് 969. പക്ഷേ അവന് 365 കൊല്ലമേ ജീവിച്ചുള്ള കാരണം പറയാ. ആ കാരണം തൻ്റെ സമകാലികനാകുന്ന ലാമക്കൊരിക്കൽ ഒരു കാര്യം പറഞ്ഞു. അത് വായിച്ചങ്ങ് നിർത്താം. 19-ാം വാക്യം വായിച്ചേ. 19:4-19 ഉൽപ്പത്തി. അധികം പ്രസംഗിക്കില്ല. പുസ്തകം മടക്കി. ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും പ്രസവിച്ചവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായിരുന്നു. അവന്റെ ബ്രദർ യൂബാൽ. ആ കിന്നരവും വേണവും വായിക്കുന്ന തലതൊട്ടപ്പൻ സില്ല. തൂബൽ കൈയിനെ പ്രസവിച്ചവൻ ചെമ്പുകൊണ്ട് ഇരുമ്പ് കൊണ്ടും ആയുധമൊക്കെ തീർക്കുന്നവനാണ്. ഇവരുടെ പെങ്ങളുണ്ടായിരുന്ന നയമ. അടുത്ത വാക്യം വായിച്ചു. ആദയും സില്ലയുമായുള്ളവേ. അപ്പൊ ലാമക്ക് തന്റെ ഭാര്യമാരോട് അങ്ങനെ പറ. ലാമെക്കിൻ ഭാര്യമാരെ. അല്ലല്ല, അതിന് മേളിലൊരു വാക്യമുണ്ട്. ലാമെക്ക് തന്റെ ഭാര്യയോട് പറഞ്ഞത്. നന്നായിട്ട് വായിച്ചേ. ലാമെക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്. മറ്റോള് പണങ്ങും ഒരാളെ പറഞ്ഞ. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്. ആ ഭാര്യമാർ വേറെ ആരും കേൾക്കാനില്ല, പെമ്പളെ കേൾക്കാനുള്ളു. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും സില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. എന്റെ വാക്ക് വേറെ ആരും കേൾക്കാനില്ല, നിങ്ങൾ എന്റെ വാക്ക് കേൾപ്പിൻ. എന്തുവാ വാക്ക്? ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവിത. ഭാര്യമാരോട് വീരസ്യം പറയുക. ഭാര്യമാരോട് എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. ഒരുത്തനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ എനിക്കൊരുത്തൻ മുറിവുണ്ടാക്കി, എനിക്കൊരുത്തൻ പരുക്കുണ്ടാക്കി. വ്യാഖ്യാനിക്കാൻ വേറെ വാക്യവും ചരിത്രവും കോർത്തിണക്കണം. ആ മുറിവും പരുക്കും വേറെ ആരുമല്ല ഉണ്ടാക്കിയത്, ഹാനോക്കാ ഉണ്ടാക്കിയത്. ഹാനോക്ക് ഇതിനെതിരെ ശക്തമായി പ്രസംഗിച്ചു, പ്രവചിച്ചു. അത് ലാമക്കിന് കൊണ്ടു. ഇന്നും അങ്ങനല്ലേ? ശരിക്ക് പറഞ്ഞാൽ ചിലരൊക്കെ കൊള്ളും. കൊണ്ടു കഴിയുമ്പോൾ പിന്നെ അടുത്ത നടപടി എന്നാ? ഇവനെ കൊല്ലും, ഇവനെ ഇനി ഒരൊറ്റ സ്ഥലത്ത്. അങ്ങനല്ലേ പറഞ്ഞു. ലാമക്കിന് ഇത് കൊണ്ടു. കാരണം പിള്ളേർ വഴിവിട്ട് നടക്കുക, ഗുണ്ടായുസം, ചെമ്പ് ഇരുവം കൊണ്ട് ആയുധം, പിന്നെ കല സംസ്കാരം. ഓണക്കളിക്കുമൊക്കെ പോയി, സെറ്റ് സാരിയൊക്കെ, തിരുവാതിരയ്ക്കും പോയില്ലേ പെന്തിക്കോസുകാർ ചിലരെ. ഓണസദ്യ ഉണ്ടില്ലേ, ഉപ്പേരി. അമ്മ ശർക്കര പുരട്ടിക്ക് ശർക്കര പോരെന്നാ. കലയും സംസ്കാരവും ഒക്കെ പിള്ളേരെല്ലാത്തിനും ഉണ്ട്. ഡാൻസ്, കുച്ചിപ്പുടി. എന്തിനിപ്പോ കൺവെൻഷൻ രാജാ വരെ കുച്ചിപ്പിടിച്ച് പിടിച്ച് നീ ഉച്ചി പിടിക്കും. മുഴുവൻ വഴിവിട്ടെന്ന്, ക്രമം കെട്ട് വഴിവിട്ട് പിള്ളേരും ലാമക്കും പ്രമാണം വിട്ട് ഗുണ്ടായുസം, ഇരുമ്പും ചെമ്പും ആയുധം. സഭായുധന് വരുന്നത് അങ്ങനെയാണല്ലോ.
മുളക് പൊടി, ഇടികട്ട, നെഞ്ചൊക്കെ, വടിവാള്, ഒരുത്തൻ കത്തിക്ക് കുത്തി, ഒരുത്തൻ തല്ലി. നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല. തല്ലുകൊണ്ടാച്ചായിരിക്കും ഇരിക്കുന്നത്, ഇനി എന്നെ അറിയാനാ. പക്ഷേ അന്ന് കൊണ്ട് അടി ഞാനങ്ങ് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് ബേബിക്കാ കൊണ്ടത്. ബേബി അതേ പിന്നെ ഇങ്ങനെ നടക്കുന്ന സഭായത്തിന്. ഇവനെല്ലാം വഴിവിട്ട് ക്രമം കെട്ട് നടക്കുന്നത് ഹാനോക്ക് ശക്തമായി പ്രവചിച്ചു. ആ പ്രവചിച്ച വിഷയം ലാമക്കിന് കൊണ്ടു. ഇവൻ പറഞ്ഞു, എനിക്ക് മുറിവുണ്ടാക്കി, എനിക്ക് പരിക്കുണ്ടാക്കി, അതുകൊണ്ട് എനിക്ക് പരിക്കുണ്ടാക്കിയ, എനിക്ക് മുറിവുണ്ടാക്കിയവനെ ഞാൻ കൊല്ലും, യവനെ ഞാൻ കൊല്ലും. കൊല്ലാൻ ഒത്തിരി സാധ്യത കൊണ്ട് പിള്ളേര് ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനല്ലേ കൊല്ലുന്നേ? ചില പടത്തില് എനിക്ക് പോലീസ് അധികാരികളെ പിടിയുണ്ട്, MLA എൻ്റെ ആളാ, MP എൻ്റെ വകയിൽപ്പെട്ട ആളാ, മന്ത്രിതലത്തിലും എനിക്ക് പിടിയുണ്ട്, പിന്നെ എൻ്റെ പിള്ളേരുടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. എൻ്റെ പിള്ളേരെന്ന് വെച്ചാൽ എൻ്റെ പിള്ളേരാ. ഞങ്ങൾ നിരൂപിച്ചാൽ എന്തും നടക്കും, ഇവനെ ഞാൻ കൊല്ലും. അത് ഹാനോക്ക് അറിഞ്ഞില്ല, സ്വർഗം അറിഞ്ഞു. സ്വർഗം അറിഞ്ഞു, സ്വർഗം ഇതറിഞ്ഞു. ഇവൻ പറഞ്ഞു, ഒരുത്തനെ ഞാൻ കൊല്ലും, മറ്റാരുമല്ല ഹാനോക്കിനെ കൊല്ലും. അത് സ്വർഗം അറിഞ്ഞു. നിനക്ക് വിരോധമായിട്ട് ആയുധമുണ്ടാക്കും, നിനക്ക് വിരോധമായി തന്ത്രങ്ങൾ മെനയും. പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെ വകവരുത്തുവാൻ, കൊല്ലുവാൻ ശത്രു തന്ത്രങ്ങൾ മെനയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ചഞ്ചലിക്കരുത്, നീ തകർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ കൊടുക്കത്തില്ല. തന്റെ കുറുപ്രാവിന്, ദുഷ്ടമൃഗത്തിന് ദൈവം ഏൽപ്പിക്കത്തില്ല. ഒരു കാര്യം എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹപടന്മാരുമായ ദൈവദാസന്മാരോട് ഞാൻ പറയാം, നീ ഈ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ, ഈ വേർപാട് ഉപദേശത്തിന് വേണ്ടി നിന്നാൽ, ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ കൊടുക്കത്തില്ല. ലാമക്ക് സകല തന്ത്രങ്ങളും ഹാനോക്കിനെ കൊല്ലാൻ. ഇവനെ ഞാൻ കൊല്ലും, മുറിവ് വരുത്തി അവനെ തട്ടും. സ്വർഗം ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് വിസ്തരിക്കുന്നില്ല, പറഞ്ഞു നിർത്തുക. ഹാനോക്കും ദൈവവും കൂടെ 300 കൊല്ലമായിട്ട് നടക്കുക. ഇങ്ങനെ ഹാനോക്ക് അറിയുന്നില്ല മറ്റവൻ കുരുക്കൊപ്പിച്ച് വച്ചേക്കുന്നേ. മറ്റവൻ കുരുക്കൊപ്പിച്ചത് ഹാനോക്ക് അറിയുന്നില്ല, പക്ഷേ ദൈവം തമ്പുരാൻ അറിയുക. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഭാഷയിൽ പറയുക, ദൈവം തമ്പുരാൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, മോനെ ഹാനോക്ക്, നമ്മളിപ്പോൾ എത്ര നാൾ കൊണ്ട് നടക്കുക? 300 കൊല്ലമായിട്ട് നടക്കുക. ഇനി നടക്കണ്ട. അയ്യോ അതല്ല, നിന്നെ ഞാനങ്ങ് എടുക്കുക. പറഞ്ഞില്ലെങ്കിലും സൂചന ഇതാ, എടാ നിന്നെ തട്ടിക്കളയാൻ, നിന്നെ വകവരുത്തുവാൻ ലാമക്കും അവൻ്റെ പുത്രന്മാരും സകല സജ്ജീകരണങ്ങളും കൊടുക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നിന്നെ ഞാൻ കൊടുക്കത്തില്ല, നിന്നെ ഞാൻ ചേർത്തണയ്ക്കാൻ പോകയാ. ഇന്ന് രാത്രി എൻ്റെ പ്രിയ കൊച്ചു സഹോദരന്മാരോട് പറയാ, ഈ ദുഷ്ടലോകത്തിൽ, പാപലോകത്തിൽ, അക്രമമുള്ള, അനീതിയുള്ള ഈ ലോകത്തിൽ നീ ദൈവത്തോടു കൂടെ നടന്നാൽ, ദൈവത്തോട് പറ്റി നിന്നാൽ, നിനക്കും നിന്റെ കുടുംബത്തിനും, എൻ്റെ സഹോദരന്മാരെ, നിങ്ങളുടെ സന്തതിക്കും ഒരു ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കുക. സമയമായതുകൊണ്ട് അങ്ങ് നിർത്തുക. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. ആരും മൗനമായിരിക്കരുത്, ആരും മൗനമായിരിക്കരുത്. ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. PIP-യിലെ സഹോദരന്മാരെ, വിശ്വസ്തയോടെ ദൈവത്തോടു കൂടെ നടക്കുവാൻ, ദൈവ പ്രമാണത്തിൽ നടക്കുവാൻ, വിശ്വസ്തയോടെ കർത്താവിനെ ഭജിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്ക്. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവത്തിന് മഹത്വം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ അവൻ വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കാതെ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ നമ്മുടെ ആയുസ് മുഴുവൻ യേശുവിനോട് ചേർന്ന് നടക്കുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിനെ ജീവനെ സമർപ്പിക്കുവാൻ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ജീസസ്.